E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. എനിക്കറിയാവുന്ന ഒരാൾ ഒരു ആത്മകഥ എഴുതാൻ തീരുമാനിച്ചു. അയാൾ ആത്മകഥയൊക്കെ തയ്യാറാക്കി അയാൾ ഒരു പഴയ പ്രസ്സിൽ കൊണ്ടുകൊടുത്തു. അവിടെ പ്രിന്റിങ് ആരംഭിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രസ്സിലെ കമ്പോസർ ഒന്ന് പറഞ്ഞു, ഈ ആത്മകഥ നമുക്കിനി അച്ചടിക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസിന്റെ ഉടമ ചോദിച്ചു, എന്തു പറ്റി? ഞാൻ എന്ന അക്ഷരം തേഞ്ഞുപോയി എന്ന് പറഞ്ഞു. അതെന്താ ഞാൻ തേഞ്ഞു പോകാൻ കാരണം? അദ്ദേഹം എല്ലാ വാചകവും തുടങ്ങുന്നത് ഞായിലാണ്. അങ്ങനെ അടിച്ചടിച്ചടിച്ച് ഞാൻ തേഞ്ഞുപോയി. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അവിടെ ചാടി, ഞാൻ ഇവിടെ പോയി. ഇങ്ങനെ ഞാൻ കൊണ്ടൊരു ഘോഷയാത്രയായതുകൊണ്ട് ഞാൻ എന്ന അക്ഷരം എന്നേക്കുമായി തേഞ്ഞുപോയി എന്ന് പറഞ്ഞു. ഈ ആത്മകഥ എഴുതുന്ന മിക്ക ആളുകളുടെയും പ്രശ്നം അത് തന്നെയാണ്. അപ്പോ കഥ എഴുതുന്നവർ ശ്രദ്ധിക്കുക, ഞാൻ എന്ന അക്ഷരത്തിൽ ഒരു ശ്രദ്ധ വേണം. ഞാനിത് പറയാൻ കാരണം, ഇവിടെ വരുന്ന ചില ആളുകളും ചിലപ്പോൾ ഞാൻ എന്ന അക്ഷരം കൂടുതൽ ഉപയോഗിച്ചു എന്ന് വരും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് ഈ വേദിയിൽ ആരാണാവോ എന്നോടൊപ്പം മത്സരിക്കാൻ എത്തുക? വരുന്നു, കരമനയിൽ നിന്ന് നാസിക എസ് നാസർ. പുഞ്ചിരിയിൽ വിരിയുന്ന പ്രതീക്ഷകളാണ് തിരുവനന്തപുരം കരമന സ്വദേശിനി നാസിക നാസറിന്റെ വിജയയാത്രകളിൽ നിറയുന്നത്. സ്വന്തം പ്രയത്നത്തിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് വിദ്യാർത്ഥിനിയായ നാസികയുടെ മനസ്സിലെ നഷ്ടബോധമാണ് ബാപ്പിയുടെ സ്നേഹസാമീപ്യം. ഉമ്മ സുമയെയും സഹോദരിമാരായ നാദിയയും നാഫിദയും ഒറ്റപ്പെടലില്ലാത്ത നാസിയയ്ക്ക് കുടുംബ ബന്ധങ്ങളുടെ കരുത്തും കരുതലുമാകുന്നു. നാദിയയുടെ ഭർത്താവ് ഷമീറും നാസികയുടെ നന്മകൾക്കായി ഒരു കൂടപ്പിറപ്പിനെ പോലെ കൂടെയുണ്ട്. ഷമീറിന്റെയും നാദിയയുടെയും മകൻ മുഹമ്മദ് അർഹത്തിന്റെ കുസൃതികളിലാണ് നാസികയുടെയും കരമന നിറമൺകര ആനന്ദ് നഗറിലെ വീട്ടുകാരുടെയും ആനന്ദം. പഠന മികവിന്റെ തിളക്കം നിറയുന്ന ഈ പുരസ്കാരങ്ങളുടെ പുഞ്ചിരിയുമുണ്ട് നാസികയുടെ ജീവിതത്തിൽ. പഠന തിരക്കുകൾക്ക് ശേഷം എഴുത്തും വായനയും ചിത്രരചനയുമാണ് ഈ ബിടെക് വിദ്യാർത്ഥിനിയുടെ ഇഷ്ടവിനോദങ്ങൾ. ഒഴിവു സമയങ്ങളിൽ ഉദ്യാന പരിപാലനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ മുഴുകാനാണ് നാസികയ്ക്ക് ഏറെ ഇഷ്ടം. പഠനത്തിലെന്ന പോലെ ജീവിത പരീക്ഷകളിലും ഒട്ടും പിന്നോട്ടു പോകില്ലെന്ന ആത്മവിശ്വാസവുമായി അറിവിന്റെ 100 കോടി വേദിയിലേക്ക് തിരുവനന്തപുരത്തു നിന്നും നാസിക നാസർ. ഹായ് നാസിക. ഹലോ സാർ. എന്താ ഇങ്ങനൊരു പേര് നാസിക എസ് നാസർ? നമ്മള് യുണീക്ക് ആയിരിക്കണ്ടേ, അപ്പൊ ഞാൻ വെച്ചിട്ട് പേര് തന്നെ യുണീക്ക് ആയിട്ട് തുടങ്ങാം. നാസികയാണോ പേരിട്ടത്? അല്ല, ഉമ്മച്ചിയാ പേരിട്ട്. ഉമ്മച്ചിയാ പേരിട്ടത്? ഉമ്മച്ചിക്ക് നിർബന്ധമായിരുന്നോ? അതായത് ഇപ്പൊ നമ്മളെന്ന് പറയുമ്പോ നമ്മളിപ്പോ മോഹൻലാൽ എന്ന് പറയാ. അപ്പൊ മോഹൻലാൽ എന്ന് പറയുമ്പോ വേറെ ആർക്കെങ്കിലും മോഹൻലാൽ എന്ന് പേരുണ്ടോ? ഒരുപാടുണ്ടാവും. ഇല്ല, നമ്മള് ഈ പേരുള്ള മോഹൻലാലിനെ താങ്കൾ അറിയൂ, അതാ പ്രശ്നം. പേരില്ലാത്ത എനിക്ക് 5-6 മോഹൻലാൽമാരെ അറിയാം. ഇപ്പൊ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമേ ഉള്ളതെന്ന് താങ്കൾക്ക് നിശ്ചയിക്കാൻ പറ്റും. എത്രയോ ശ്രീകണ്ഠൻ നായർമാർ നാട്ടിലുണ്ട്, അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പേരിനെ കുറിച്ച് വിട്ടുകളയുന്നു. അതെന്തായാലും ഉമ്മച്ചി സ്നേഹപുരസ്സരം ഇട്ടതാണ്, അല്ലെ? നാസിക എസ് നാസർ പേരിനൊരു
യുണീക്ക് സ്വഭാവമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അതെ. എന്റെ ചോദ്യം അതല്ല, വീട്ടിൽ നാസിക അല്ലാതെ വേറെ ആരാ ഉള്ളത്? എനിക്കൊരു ചേച്ചിയുണ്ട്, ആ. പേര് നാദിയ. നാദിയ. നാദിയ എസ് നാസ്. നാദിയ മൊയ്തു എന്ന് പറയല്ലേ, നാദിയ അല്ലേ? അത് നദിയ മൊയ്തു, ഇത് നാദിയ. അത് നദിയ മൊയ്തു, ഇത് നാദിയ അല്ലേ? നാദിയ. ഒരു പടി മേലോട്ട് കയറി അല്ലേ? അതെ അതെ. ഇത് അനിയത്തിയുണ്ട്, അവളുടെ പേര് നാഫിയ എസ് നാസ്. നാഫിയ. നമുക്ക് രണ്ടുപേർക്ക് യുണീക്ക് ആയിട്ട് പേരിട്ടേക്കുന്നേ. ഓക്കെ. പിന്നെ ഉമ്മിച്ചിയുണ്ട്, ഉമ്മിന്റെ പേര് സുമയാനാസ്. പിന്നെ വാപ്പിച്ചിയുടെ പറയുകയാണെങ്കിൽ ഇപ്പൊ വാപ്പിച്ചി സെപ്പറേറ്റഡ് ആണ്. വാപ്പിച്ചി കൂടെ ഇല്ല. ഇല്ല, കൂടെ ഇല്ല. വാപ്പിച്ചി ആൽക്കഹോളിക്. കുറെ കാലം ഇപ്പൊ ഒരു 2 വർഷമായി കാണും. ആൽക്കഹോളിക് ആണ്. മദ്യപാനം കൂടുതലാ? മദ്യപാനം നല്ല കൂടുതലാ. എന്ത് ചെയ്യുമായിരുന്നു പുള്ളി? പുള്ളി ഡ്രൈവറാണ്. ഇപ്പോഴും ഉണ്ടോ ഡ്രൈവിംഗ്? ഇപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കാനും കൊടുക്കൂ. അത് തന്നെ. ഇപ്പൊ ഗൾഫിലായിരുന്നു, അപ്പോഴത്തേക്കും അവിടെ ഈ ഇത് ആൽക്കഹോളിക് ആകുമ്പോഴത്തേക്കും അറിയാലോ, പിന്നെ പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് അത് ബുദ്ധിമുട്ടായി മാറി. പിന്നെ എന്റെ അനിയത്തി ഇപ്പൊ 10ലാണ്, ഞാൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, ഞാൻ പിന്നെ ഉമ്മച്ചി നമുക്ക് ഇവിടെ നമുക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് പോവാന്ന് പറഞ്ഞു. എന്റെ കോളേജിന്റെ നിയർ ബൈ ഇപ്പൊ ഒരു വീട് റെന്റിനടുത്ത് മാറി. ഓക്കെ. അപ്പൊ ഏത് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഉപ്പയെ പേടിയുണ്ടായിരുന്നു താങ്കൾക്ക്? ഉപ്പ എന്ന് പറയുമ്പോ ആള് നല്ല മദ്യപാനി അല്ലാതിരിക്കുമ്പോ നല്ല ഡീസന്റ്, എന്ത് ചോദിച്ചാലും വാങ്ങി തരും, ഭയങ്കര സ്നേഹ. പക്ഷെ വെള്ളം അടിച്ചാൽ തീർന്നു. എല്ലാ വെള്ളം അടിക്കുന്നവരുടെയും കഥ ഇത് തന്നെ. അല്ലാത്തവർ നല്ല സൂപ്പർ ആയിരിക്കും. അപ്പോ എപ്പോഴെങ്കിലും നിങ്ങളിപ്പോ കോളേജിനടുത്താണോ താമസിക്കുന്നത്? കോളേജിന്റെ നിയർ ബൈ അല്ല, ഞാൻ കോളേജ് ബസ്സിൽ പോയി. അന്വേഷിച്ചു വന്നായിരുന്നു അവിടേക്ക്? ഇല്ല, രഹസ്യമായിട്ട് താമസിക്കാണോ? രഹസ്യമായിട്ടല്ല, ഉപ്പാട ഉമ്മായും വാപ്പായും അവരിടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടേതായ അവിടെ നിന്നിട്ട് കാര്യമല്ല, കാരണം വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യല്ല. ഉമ്മിച്ച് തന്നെയാണ് നമ്മളെ നോക്കുന്നത്. നമ്മൾ ഹോം ട്യൂഷൻ എടുത്തിട്ടാ ജീവിക്കുന്നത്. അപ്പോ ആരൊക്കെ എടുക്കും ഹോം ട്യൂഷൻ? ചേച്ചി ടീച്ചറാണ്, അപ്പൊ ചേച്ചി എടുക്കും, ഞാൻ എടുക്കും, അനിയത്തി എടുക്കും, ഉമ്മച്ചി എടുക്കും. നമ്മൾ 4 ട്യൂഷൻ. നമ്മുടെ വീടെല്ലാം ഹോം ട്യൂഷൻ ആന്റിയുടെ വീടാന്നാ പറയുന്നത്. നന്നായി. ഉപ്പ പേടിയുണ്ടോ? ഉപ്പ ഈ മദ്യപിച്ച അക്രമകാരിയാണോ, വയലന്റ് ആണോ? ചെറുതായിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? കൂടെ വന്നിട്ടുള്ള ഉമ്മിച്ചിയുണ്ട്, പിന്നെ എന്റെ അനിയത്തി, പിന്നെ ഷാജിലി ചേട്ടൻ. അപ്പൊ നാസിക ഒന്ന് പരിചയപ്പെടുത്തിയ ഉമ്മ. നമസ്കാരം സാർ. നമസ്കാരം. ഉമ്മയുടെ പേര്? സുമയ്യ. തിരുവനന്തപുരത്ത് എവിടെയാ വീട്? ഞാൻ കരമനയാ സാർ. കരമനക്കാരിയാ? കരമനയാണോ? ഓൺലി കരമനയാണ് ഞാൻ പഠിച്ചതും വളർന്നതും. പിന്നെ കല്യാണം കഴിച്ചുകൊണ്ടുപോയതാണ് വിതിരയില്. അവിടെ ആയിരുന്നു. ഇപ്പം 25 വർഷം അവിടെ ആയിരുന്നു. എന്റെ ചേട്ടന്റെ വീടിനടുത്താ താമസിക്കുന്നത്, കരമന തന്നെ. ട്യൂഷൻ എടുപ്പൊക്കെ ഉണ്ട്? ഉണ്ട് സാർ. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ കഴിയാൻ പോവാ. ഓക്കെ, നല്ല കാലം വരാൻ പോവാണെന്നാ തോന്നുന്നത്. മോളുടെ കാര്യം? പേര്? നാഫിയ എസ് നാസർ. നാഫിയ എസ് നാസർ. ഓ, കുറച്ച് കടന്ന കയ്യാ. നാഫിയ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 10th. സ്കൂളില്? ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കരമന. താങ്കളോ? ഹായ് സാർ. എന്റെ പേര് ഷാജിൽ. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് വരുന്നു. കുടപ്പനക്കുന്നാണ് താമസിക്കുന്നത്. കുടപ്പനക്കുന്നില്ല. അപ്പൊ എവരുമായിട്ട് എങ്ങനെയാ ബന്ധം? ഇത് വന്നിട്ട് എന്റെ ഫ്രണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷമീർ എന്ന് പറഞ്ഞ ആളാണ്. പുള്ളിയുടെ വൈഫിന്റെ അനിയത്തിമാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പുള്ളിയുടെ വൈഫും ഞങ്ങളെല്ലാം ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു. അപ്പൊ ശരി ഷാജിലെ, സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്കൊന്ന് അലക്കി പൊളിക്കണം, ബാക്കി വെച്ചേക്കരുത്. ഓക്കെ, ബാക്കി വല്ലതും വന്നാൽ താങ്കൾ പൊളിച്ചോണം. ഓക്കെ, കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? അതെ, ഞാൻ കുട്ടേട്ടനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എടുത്തുകൊണ്ട് വെക്കോളൂ, നിങ്ങൾ എഞ്ചിനീയർമാർക്ക് ഉപകാരപ്പെടും. ഊരിയിട്ട് കൊണ്ടുപോകണം. തൽക്കാലം താങ്കളുടെ ആഗ്രഹം നടക്കാൻ സാധ്യത ഞാൻ കാണുന്നില്ല. എന്റെ ബോസിന് എന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ല. ആണോ? മാത്രല്ല, നാസിയയ്ക്ക് കൊണ്ടുപോകണമെങ്കിലും പുള്ളിക്ക് ഒരു പാന്റ് തയ്പ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. ഒരു പാന്റുമായിട്ട് വന്നാലേ കൊണ്ടുപോകാൻ പറ്റൂ. എന്താണെന്നറിയില്ല, ബോസിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങ് ഇഷ്ടമായി പോയി. കുട്ടേട്ട എന്റെ കൂടെ വന്നാൽ ഞാൻ സെറ്റ് ആക്കി തരാം. ഇങ്ങനെ ഞാൻ ലുക്ക് മാറ്റി തരാം. ഇവിടെ കൂടെ ഓടി നടക്കാനൊക്കെ പറ്റും. അങ്ങനെയാണെങ്കിൽ ബോസ് ഒരു 2 ദിവസം ലീവ്. ആദ്യം പാന്റ് തയ്പ്പിച്ചുകൊണ്ട് വരട്ടെ, ഇട്ട് നോക്കട്ടെ. പാന്റാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ നമുക്ക് വെള്ളം കുടിക്കണോ? ഓക്കെ, വെള്ളം കുടിക്കാം. ഞാൻ വിളിക്കാം. വിളിച്ചോളൂ. കുഞ്ഞിരാമ, വെള്ളം കൊണ്ട് ഓടി വാ. അപ്പൊ ശുദ്ധമായ വെള്ളം കുടിച്ചോളുക. ഉമ്മയുടെ അനുവാദത്തോടു കൂടി നമ്മൾ വെള്ളം കുടിക്കുക കേട്ടോ. ഓക്കെ ബോസ്, പറയൂ കുട്ടേട്ടാ. ഈ പെൺകുട്ടികൾ വിളിക്കുമ്പോ കുഞ്ഞിരാമ പെട്ടെന്ന് ഓടി വരുന്നുണ്ടല്ലോ. അതാ പെൺകുട്ടികളെ കണ്ടുപഠിക്കണം.
വിളിക്കാൻ അറിയാവുന്ന പോലെ വിളിക്കണം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ വീട്ടിലോട്ട് പറഞ്ഞു എന്നെ വിട്ടോളൂ. വിളിക്കാനും ആളുകൾ വരും ഉടൻ തന്നെ. വരും. അതോടെ മിക്കവാറും ഈ കച്ചവടം ഒതുങ്ങും. ഞാൻ കുട്ടിയേട്ടനെ വിളിച്ചല്ലോ. ഞാൻ വരും എന്തായാലും. ഓക്കെ, വരണം, നസിയ, കൊണ്ടുപോകും. വീട്ടിൽ പോവാൻ പറഞ്ഞാ പോവും. കുഞ്ഞിരാമ ചേട്ടൻ ഇനി പൊക്കോ. പോവാൻ ലേറ്റ് ആയെന്നറിയോ? കുഞ്ഞിരാമന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുഞ്ഞിരാമനെ ഒരാൾ കയറി ചേട്ടാന്ന് വിളിക്കുന്നത് കേട്ടോ. അതെ, റെസ്പെക്ട്. അതാണ് അത്. പുള്ളി തന്നെ ആണോന്നൊന്ന് സംശയിച്ച്, എന്നെയാണോ എന്ന് സംശയിച്ചു. ഞാൻ എഞ്ചിനീയർ അല്ലേ, അപ്പൊ ഈ റോബോട്ട് എന്നൊക്കെ ഉണ്ടല്ലേ, ഇഷ്ടമല്ലേ? ഭയങ്കര ഇഷ്ടം. അപ്പൊ ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ സാധനം കണ്ടപ്പോ എല്ലാം പോയി. റിലാക്സ്. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഉമ്മയുടെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ കുട്ടേട്ട ഹാർട്ട് ബീറ്റ് 109. അത് വലിയ കുഴപ്പമില്ല. ഇതൊക്കെ ഇനി കുറച്ചുകൂടെ താഴും അല്ലേ? അപ്പൊ ഇവിടെയൊക്കെ വരുമ്പോ ഈ 1 കോടിയാണോ ലക്ഷ്യം? 1 കോടി തന്നെയാണ് ലക്ഷ്യം. അത് കുറഞ്ഞ എത്രയ്ക്ക് പോകും? എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ കളിക്കും. അപ്പൊ നാസർ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു തീരുമാനം എടുക്കണം ആദ്യം തന്നെ. നമുക്ക് 10 ചോദ്യങ്ങൾ ഇൻറ്റു 10 ലക്ഷം സമം 1 കോടിക്ക് കളിക്കണോ, അതോ 20 ചോദ്യങ്ങൾ സമം 1 കോടിയിലേക്ക് കളിക്കണോ? വളരെ പതുക്കെ പോകും. രണ്ടാമത്തെ കാര്യം, ആദ്യത്തേതാണെങ്കിൽ ഒറ്റ പോക്കാണ്. ഒറ്റപ്പോക്ക് വേണ്ട. സാറിന്റെ കൂടെ കൊറേ സംസാരിക്കണം, കുട്ടേട്ടന്റെ കൂടെ സംസാരിക്കണം. പതിയെ പോയാ മതി. നേരം എടുക്കോ സംസാരിച്ചു തരുമ്പോ? ഇല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടോ സംസാരിക്കാൻ? സാറിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഓക്കെ, നല്ല കാര്യം. നമുക്ക് അതൊക്കെ പതുക്കെ സംസാരിക്കാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാമോ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 10,000 രൂപ, 10,000 rupees. മോണിറ്റർ പ്ലീസ്, ഇൻകർ. ആദ്യത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ നാവ്, ഓപ്ഷൻ ബി നഖം, ഓപ്ഷൻ സി പല്ല്, ഓപ്ഷൻ ഡി വെളുത്ത രക്താണുക്കൾ, ഓപ്ഷൻ ഡി ചുവന്ന രക്താണുക്കൾ. എല്ലാം പ്രതിരോധത്തിന് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. നാവായാലും നഖമായാലും പല്ലായാലും. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധം. ഓപ്ഷൻ ഡി വെളുത്ത രക്താണുക്കൾ. അതാണോ? അതാണ്. നിങ്ങൾ ആലോചിക്കണോ? വേണ്ട. നസിയ, യെസ്. നാസർ, ഒന്നുകൂടെ ആലോചിക്കണോ? പൂട്ടാമെങ്കിൽ പൂട്ടാട്ടോ. ഓപ്ഷൻ ഡി പൂട്ടാം. ഓപ്ഷൻ ഡി പൂട്ടിയിരിക്കുന്നു. പൂട്ടിക്കോളൂ. പക്ഷെ റിസൾട്ട് ആണ് പ്രശ്നം. അയ്യോ, പണിവാളിയോ. അപ്പോ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു കുട്ടി വന്ന് ആദ്യം തന്നെ തെറ്റുവരുത്തി ഇറങ്ങിപ്പോകുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ആണോ? അപ്പൊ അതിലേക്ക് പോവൂ? ഇല്ല, ഓപ്ഷൻ ഡി വെളുത്ത രക്താണുക്കൾ തന്നെ. ഉറപ്പാണ് താങ്കൾക്ക്? ഉറപ്പാണ്. ഇനി പിന്നെ ഞാൻ എന്തിനാ ഉറപ്പിക്കാതിരിക്കുന്നത്? ഉറപ്പാണ്, ഉത്തരം ശരിയാണ്. താങ്ക് യു സാർ. നമുക്ക് ഉമ്മയോട് ചോദിക്കാം ഒരു കാര്യം. ഉമ്മ, ഞാൻ പഴയ കാര്യങ്ങളൊന്നും വേദനിപ്പിക്കാൻ വേണ്ടി ചോദിക്കല്ല, എന്നാലും ഞാൻ ഇവിടെ വന്ന പല ആളുകളുടെയും വീടുകളിൽ പല നല്ല മിടുക്കരായ മത്സരാർത്ഥികൾ വന്നു നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ മദ്യം ഒരു പ്രശ്നം അവിടെ അല്ല. പലരും സെപ്പറേറ്റഡ് ആണ്, പലരും കുറേ കാലമായി കുട്ടിയെ വളർത്താൻ പാടുപെടുന്ന അമ്മമാര്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചികിത്സയ്ക്ക് കൊണ്ടുപോകുക, ഈ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിയുടെ കാര്യത്തിൽ ശ്രമിച്ചില്ലേ? ശ്രമിച്ചു സാർ, പക്ഷേ എനിക്ക് 3 പെൺകുട്ടികളെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം പെൺകുട്ടികളെ എവിടെ നമുക്ക് ആക്കിയിട്ടൊന്നും പോകാൻ പറ്റില്ല. അവർക്ക് സ്വയം ഞാനില്ലാതെ അവർക്ക് പറ്റത്തില്ല എല്ലാ കാര്യങ്ങളിലും. അങ്ങനെ അവരുടെ കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കുടുംബക്കാർക്ക് ആർക്കും ഇതിന് താല്പര്യമില്ല. അപ്പൊ അത് ഞാൻ ഇത്രയും വർഷം ഒരു ആദ്യത്തെ 10 വർഷം ഒന്നും കുഴപ്പമില്ലായിരുന്നു സാർ. അത് കഴിഞ്ഞപ്പോഴാണ് മദ്യപാനത്തിലേക്ക് തിരിയാൻ കാരണം. ചില ആൾക്കാർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ. അവരുടെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെ ഉള്ളത്, അനിയന്മാര്, പിന്നെ അച്ഛൻ, എല്ലാരും ഇങ്ങനെ. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതാണ് കല്യാണം ആലോചിക്കുമ്പോഴൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും മദ്യപിക്കൂലായിരുന്നു. പിന്നെ ഗൾഫിൽ പോയിട്ട് വന്നപ്പോഴാണ് കൂടുതൽ സീരിയസ് ആയിട്ട് വന്നത്. പിന്നെ ഒരു രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, ഒട്ടും പറ്റാത്ത സാർ. പിന്നെ മകളുടെ കല്യാണം എടുത്ത് മരുമകൻ വന്നു. പിന്നെ ആ കുട്ടി നമ്മുടെ വീട്ടിൽ കയറി വരണ്ടേ. അപ്പൊ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നു. സത്യം പറഞ്ഞ എന്താ പറയേണ്ടത്, പോലീസ് കേസ് വരെ ആകേണ്ട ഒരു അവസ്ഥ എത്തി. ഔദ്യോഗികമായിട്ട് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല സാർ, അതിനായിട്ട് ഇപ്പൊ ഈ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഇറങ്ങിപ്പോയില്ല. അത് മാത്രമല്ല, കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ട്യൂഷൻ എടുത്തും അങ്ങനെ കഷ്ടപ്പെട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം.
പിന്നെ നിങ്ങളുടെ ഏക വരുമാന മാർഗം ഈ ട്യൂഷൻ എടുപ്പ് മാത്രമായിരുന്നു. ഒരു 15 വർഷം കൊണ്ട് ഞാൻ ഈ ട്യൂഷൻ എടുത്താണ് ഈ മക്കളെയൊക്കെ നന്നായിട്ട് നോക്കിയിരുന്ന എല്ലാ കാര്യങ്ങളിലും. ഇവിടെ ആബജി എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോവും, പക്ഷെ ജോലി ചെയ്ത് ഇവർക്ക് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെയുള്ളതൊക്കെ മേടിച്ചിട്ട് വരും. അവരെ നന്നായിട്ട് നോക്കും, പക്ഷെ വരുമ്പോഴത്തേക്കും 4 കാലിലായിരിക്കും വരുന്നത്. പിന്നെ കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വന്നപ്പോഴത്തേക്കും അയൽവക്കക്കാർക്ക് പോലും അതൊരു ഇഷ്യൂ ആയി. അതുകൊണ്ടാണ് തീരെ പിന്നെ ഞാൻ ഇപ്പോൾ വിചാരിച്ച് ഇനി നമ്മൾ നിന്നിട്ട് കാര്യമില്ല, ഇനി ഞാൻ ഇവർക്കെല്ലാവർക്കും സ്വയം കാലിൽ നിർത്തണമല്ലോ. അത് അവർക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ ഞാൻ അത് ഏറ്റെടുത്ത് ഇനി പോകുന്നത്. ഇവരൊക്കെ ഒരു സ്വന്തം കാലിൽ നിൽക്കാവുന്ന അവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകും? ഇല്ല സാർ, ഇനി ഒരിക്കലും പറ്റത്തില്ല സാർ, അത്രയ്ക്കും ക്രിട്ടിക്കലായി സഹിച്ചു അല്ലേ? പിന്നെ അന്വേഷിച്ചൊന്നും വന്നിട്ടില്ല പുള്ളി? ഇല്ല, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? അവർക്ക് അറിയാമെന്ന് തോന്നുന്നു, പക്ഷെ ഞാൻ ഇതുവരെ അവരായിട്ട് ആരെടുത്ത് ഇതിനെപ്പറ്റി ഞാൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല ഇല്ല, അത് ആ രഹസ്യം അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല എവിടെയാണ്. എപ്പോഴെങ്കിലും ഈ അച്ഛനെ ഉപദേശിച്ചിട്ടുണ്ടോ, ഉപ്പച്ചിയെ ഉപദേശിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഓർമ്മ വെച്ച കാലം മുതൽ ഇത് തന്നെയാണ്. സ്നേഹമുള്ള ആളാണോ? ആ, സ്നേഹമുള്ള ആളായിരുന്നു, പക്ഷെ മദ്യപാനം കാരണം ഒരു പരിവായി. മദ്യം കുടിക്കാനുള്ള പൈസ എവിടുന്നാ പുള്ളിക്ക്? അത് ജോലി ചെയ്യുന്നുണ്ടല്ലോ, ജോലി ചെയ്ത് അതിനല്ലേ തികയത്തുള്ളൂ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് വാങ്ങി തരും. അല്ലാതെ ഇപ്പൊ വേറെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പൊ അതിനൊക്കെ ഇപ്പൊ പഠന കാര്യമൊക്കെ ആണെങ്കിലും ഉമ്മച്ചി തന്നെ അതിന് പിറകെ പോകണം. അപ്പൊ ഹോം ട്യൂഷൻ തന്നെയാണ് വരുമാനമായിട്ട്. അല്ല, നിങ്ങൾക്ക് ശരിക്കും ഉമ്മച്ചിയുടെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകാൻ വരുന്നത് അതുകൊണ്ട് പറ്റാത്തോണ്ടാണോ നിങ്ങളും കൂടി ട്യൂഷൻ ഇറങ്ങിയത്? അല്ല, ഉമ്മച്ചി ഈ ഹോം ട്യൂഷൻ എടുക്കാന്ന് പറയുന്നത് വളരെ ബെനിഫിറ്റഡ് ആണ്. മീൻസ് നമ്മളെ പോലുള്ള ആൾക്ക് ആ ഒരു പ്രൊഫഷൻ ആണല്ലോ. അത് ചെയ്യുമ്പോഴത്തേക്കും സെൽഫിൽ കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാനിപ്പോ കോൺഫിഡന്റ് ആണ്. ഇപ്പൊ കുട്ടികളെ ട്യൂഷൻ എടുക്കുമ്പോൾ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയാം. ഒരു സിറ്റുവേഷൻ വന്നാൽ ആ കുട്ടികളുടെ മനസ്സറിയാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ അത് ധാരാളം ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ട്യൂഷൻ പഠിപ്പിക്കാന്ന് വെച്ചാൽ നമ്മള് സാധാരണ മഗപ്പ് ചെയ്തിട്ട് പോയിരുന്ന് പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ വേറൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതെനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എല്ലാ തിയറീസും ഒക്കെ എനിക്ക് മനപ്പാടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഗുണം ഉണ്ടായതല്ലേ? ഒരു കാര്യം, ആ ഗുണം ഇവിടെ പരീക്ഷിച്ച് നോക്കാൻ നമുക്ക്. ഏറ്റവും കൂടുതൽ എന്താ കുട്ടേട്ടാ? ഒരു ഇംഗ്ലീഷ് പാട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട്. ഇംഗ്ലീഷ് പാട്ട് നന്നായി പാടും. ആരെ? നാസിക അങ്ങനെ ഇംഗ്ലീഷ് പാട്ട് പാടുവോ? അതെ, ഞാൻ യുണീക്ക് ആണെന്ന് പറഞ്ഞല്ലോ എന്റെ പേരില്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മള് പാട്ടൊക്കെ പാടുമ്പോ കുറച്ച് ഹൈ ലെവലായിട്ട് പാടാം. ഹൈ ലെവൽ അതാവുമ്പോ നമുക്ക് ഇംഗ്ലീഷ് ആവുമ്പോ പിന്നെ അതിന്റെ ലിറിക്സും അങ്ങനെ. ഹൈ ലെവലിൽ ഒരു പാട്ട് പാടൂ, ഞാൻ ലോ ലെവലിൽ നിന്ന് കേൾക്കാം. ഓക്കെ. I used to believe we were burning in the edge of something beautiful, selling a dream. Smoke and mirrors keep us waiting on a miracle, Say go through the darkest of days, heaven's a heartbreak away. Never let you go, never let me down. ഓക്കെ, ഇത് ഉമ്മച്ചി പഠിപ്പിച്ചാണോ ഇത്? അല്ല, ഇത് ആര് പഠിപ്പിച്ചു വിട്ടത്? അവള് സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള പാട്ട്, അതൊക്കെയാണ് ഇഷ്ടം. ഓക്കെ. താങ്കള് ഏറ്റവും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താ? എന്റെ ആഗ്രഹം, എന്റെ പ്രൊഫഷൻ, അതായത് ഇപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് APJK പോലെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് ISROയിൽ കയറണം. അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ. അപ്പൊ അതിനുവേണ്ടിയുള്ള വിഷയമാണോ എടുത്തിരിക്കുന്നത്? ഞാനിപ്പോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. തുമ്പയിലോട്ട് കയറണം. ശ്രമിച്ചാൽ നമുക്ക് തുമ്പ കയറാൻ പറ്റും. ഇതുപോലെ ശ്രമിച്ച പലരുമാണ് ഇപ്പൊ തുമ്പ കയറിയിരിക്കുന്നത്. ഓക്കെ. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ആഗ്രഹം എന്താ? എന്റെ ഉമ്മച്ചിക്ക് കുറെ ആഗ്രഹമുണ്ട്. ഇപ്പൊ ഈ ഒരു എന്റെ വാപ്പാടെ ഈ ഒരു സ്വഭാവം കാരണം ഉമ്മച്ചിയുടെ എന്നും കഷ്ടപ്പാടായിരുന്നു. നമ്മളെ വളർത്താൻ തന്നെ ഉമ്മച്ചിയുടെ ഇഷ്ടംപോലെ ആഗ്രഹങ്ങൾ ഉമ്മച്ചി തെജിട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഉമ്മ ജീവിക്കുന്നത്. അപ്പൊ ഞാനൊരു പഠിച്ചൊരു നല്ല പ്രൊഫഷനിൽ എത്തിയിട്ട് ഉമ്മച്ചിക്ക് ഒരു സ്വന്തമായിട്ട് ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മള് റെന്റിനാണ് താമസിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു കാറ് വേണം. പിന്നെ ആ കാറിൽ ഇങ്ങനെ ലോങ് ഡ്രൈവ് പോകണം. ഇതൊക്കെ ഉമ്മച്ചിന്റെ ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഉമ്മച്ചിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം. അതിന്റെ ഒരു തുടക്കമായിരിക്കും ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മൂത്ത മോളെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന സമയത്ത് നമ്മുടെ കക്ഷി കൂടെ ഉണ്ടായിരുന്നു? അപ്പൊ അദ്ദേഹത്തിന്റെ സഹായം ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ സഹായം ഇല്ലായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ഞാൻ ലോണൊക്കെ എടുത്താണ് ഒരു കുഞ്ഞു വീട് വെച്ചിരുന്നത്. അപ്പോഴത്തേക്ക് അതില് 1 വർഷത്തോളം മാത്രമാണ് ഞങ്ങൾ ലോൺ അടച്ചത്. അത് കഴിഞ്ഞ് ഇതിന്റെ അഡിക്റ്റ് കൂടി വന്നത് കാരണം ലോൺ അടയ്ക്കാൻ പറ്റാതായ സമയത്ത് ഞാൻ അത് വിറ്റിട്ട് അതിൽ ലോണും അടച്ച് അതിന്റെ ബാലൻസ് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അതും
സേവ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച് ഞാനും മക്കളും കൂടെ കഷ്ടപ്പെട്ട് തന്നെയാണ് ആ മോളെ കല്യാണം കഴിപ്പിച്ചയച്ചത്. മോൾക്ക് ജോലിയുണ്ടോ ആ കല്യാണം കഴിപ്പിച്ചയച്ച മോൾക്ക്? ഇപ്പോഴായിട്ട് അവള് MA കഴിഞ്ഞു. ഇപ്പൊ ഒരു സ്കൂളിൽ കയറിയിട്ടുണ്ട്. ഉണ്ട്. കല്യാണം കഴിച്ച ആളിനും ജോലിയുണ്ടോ? മോനുണ്ട്, ജോലിയുണ്ട്. അപ്പൊ അവരുടെ കാര്യം ഏകദേശം സേഫായി. അപ്പൊ ഇനി ഉമ്മയ്ക്ക് വേണ്ടി ഒരു കാർ വാങ്ങിച്ച് വയനാട് ചുരം വരെ പോയാൽ മതി. ഓക്കെ, അപ്പൊ മിക്കവാറും നടക്കും കേട്ടോ. ഒരു കോടിക്ക് വേണ്ടി ശ്രമിച്ചോളൂ. അപ്പൊ ഒരു വീടും വെച്ച് ബാക്കിയുള്ള ഒരു കാറും വാങ്ങിച്ച് ബാക്കി കാശ് ബാങ്കിൽ ഇടാം, ഫിക്സഡ് ഡിപ്പോസിറ്റ്. കരച്ചിലൊക്കെ നമുക്ക് മാറ്റി കൊടുക്കണം. കരയും എപ്പോഴും രാത്രി കരച്ചിലാണ്. ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോഴത്തേക്ക് ഉമ്മച്ചിന്റെ കണ്ണൊക്കെ കാർത്തിരിക്കും. ഞാൻ എന്താ അപ്പൊ ഇത് ആലോചിച്ച് വിഷമിച്ച് പാപ്പാടെയൊക്കെ കാര്യം ആലോചിച്ചിട്ടൊക്കെ ഉമ്മച്ചിക്ക് ഭയങ്കര വിഷമ. അപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഉമ്മച്ചിനെ ചില്ലാക്കാം. നല്ല ആഗ്രഹം മോളെ, മോളത് ചെയ്യും, മോക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. മോണിറ്റർ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന മൃഗം ഏതാണ്? ഓപ്ഷൻ എ കുരങ്ങൻ, ഓപ്ഷൻ ബി കുറുക്കൻ, ഓപ്ഷൻ സി കാള, ഓപ്ഷൻ ഡി കരടി, ഓപ്ഷൻ ഇ ഉടുമ്പ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ സി കാള. പൂട്ടാമോ അത്? കാളയെ പൂട്ടുന്നത് ശരിയാണോ? ശരിയാണ്, ശരിയാണ്. കാളപ്പൂട്ടം ഉണ്ടോ കേരളത്തിലിപ്പോ? ഓക്കെ, നാസിക പറഞ്ഞിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. കാളയാണ് ശരി ഉത്തരം എന്നാണ്. കാളത്തരമാവോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. ഇനി സംശയമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. അപ്പൊ അത് പൂട്ടി തുറന്നു, ഉത്തരം ശരി. 30,000 രൂപ. ഈ അതിന്റെ ഇടയ്ക്ക് നാസിക എസ് നാസർ ഐശ്വര്യ റായി എന്ന് പേരിടാൻ ആഗ്രഹിച്ചായിരുന്നു. ചെറുതായിട്ട്. എന്താണ് അതിന്റെ കാര്യം? അതെന്ന് പറയുമ്പോ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. അത് ഉമ്മയുടെ ആഗ്രഹമല്ല, എന്റെ ആഗ്രഹമാണ്. എന്താ കാര്യം? അതെന്ന് പറയുമ്പോ നമ്മളിപ്പോ കോമൺ ആയിട്ട് ഇപ്പൊ ആരോട് ചോദിച്ചാലും ഏറ്റവും കൂടുതൽ പറയുന്ന പേര് ഐശ്വര്യ റായി എന്നല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്റെ പേര് ഐശ്വര്യ റായി എന്നിട്ട് ഇപ്പൊ എന്റെ പേര് നാസിഹ എന്ന് പറയുമ്പോ എല്ലാരും ഒന്നെങ്കിൽ മറന്നു പോകും, അല്ലെങ്കിൽ നസീഹ എന്ന് പറയും, അല്ലെങ്കിൽ പറയാൻ പോലും പറ്റത്തില്ല. നാസിഹ എന്നെ പോലെ ഉറപ്പിച്ച് പറയുന്നൊരു കാണത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ പേര് ഐശ്വര്യ റായി എന്നാക്കിയാ കൊള്ളായിരുന്നു. അതെ, എല്ലാവർക്കും പറയാൻ മാറ്റിയാലോ? അവർക്കൊരു കത്തൂടെ അയച്ചിട്ട് ഐശ്വര്യ റായി, ഐ ആം കമ്മിങ് ആസ് എ ചലഞ്ച് ടു യു, ഐ ആം ചേഞ്ചിങ് മൈ നെയിം എന്ന് പറഞ്ഞിട്ട്. ഓക്കേ സാർ, അങ്ങനെ ചെയ്യാം. അതൊരു യുണീക്ക് ആയിട്ട് മാറിക്കോളും. ഇത്രയും കാലം ട്യൂഷൻ പഠിപ്പിച്ചതിൽ നിന്ന് ചെറിയ കുട്ടികളെ, ഏതൊക്കെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ട്യൂഷൻ എടുത്തിരുന്നത്? ഉമ്മിച്ചാണേല് കുഞ്ഞു കുട്ടികളെ മുതൽ അക്ഷരം മുതൽ പഠിപ്പിച്ചു തുടങ്ങാറുണ്ട്. ഞാൻ പിന്നെ എന്താ അവർക്ക് ഞാനും പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാനിപ്പോ +2 +1 വരെയുള്ള കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഫീസൊക്കെ കൃത്യമായിട്ട് വാങ്ങിക്കുമോ? പിന്നെ ഫീസ് നമുക്ക് വേണ്ടേ, നമ്മൾ വാങ്ങാറുണ്ട്. അല്ല, എല്ലാരും അറിഞ്ഞു കൊണ്ട് തരാറുണ്ട്. ആണല്ലേ? ആരും അങ്ങനെ ഉഴപ്പത്തില്ല. എങ്ങനെയാ ഉമ്മച്ചിയുടെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ എല്ലാരും കൃത്യമായിട്ട് ട്യൂഷൻ ഫീസ്? എനിക്ക് എല്ലാം കൃത്യമായിട്ട് ഫീസ് എത്തിക്കാറുണ്ട് സാർ. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബുദ്ധിമുട്ട് അറിയാന്നുള്ള കുറച്ച് ആൾക്കാരാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് എത്തിക്കാറുമുണ്ട്. അവളുടെ വാപ്പച്ചിയുടെ കാര്യം അറിയാന്നുള്ള അവരതുകൊണ്ട് കുഴപ്പത്തില്ല. ഉമ്മ ഈ രാത്രി എല്ലാ ദിവസവും രാത്രി കരയുന്ന എന്തിനാ? അങ്ങനെയല്ല സാർ, ചില ദിവസങ്ങളില് കരയുന്ന ഈ കുട്ടികളെ എവിടെയെങ്കിലും എത്തിക്കണമല്ലോ. അവരിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കല്ലേ, അയാൾ SLC അല്ലേ പഠിക്കുക? പല ആവശ്യങ്ങളില്ലേ സാർ. ചിലപ്പോ അവർക്ക് ഇതില്ല, കമ്പ്യൂട്ടർ ഒന്നും ഇല്ല എന്നുള്ള ഇതൊക്കെ, ലാപ്ടോപ്പ് വേണം ഉമ്മച്ചി എന്നൊക്കെ പറയും. അപ്പൊ എന്നെ കൊണ്ട് അത് സാധിക്കാതിരുന്നപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വിഷമിക്കാറുണ്ട്. പിന്നെ പല കാര്യങ്ങളില്ലേ, ബുക്കായാലും ഫീസായാലും ഒക്കെ നോക്കണ്ടേ സാർ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ മോൾക്ക്? കമ്പ്യൂട്ടർ ഇല്ലാത്ത പ്രശ്നമുണ്ടോ? ലാപ്ടോപ്പ് ഇല്ല സാർ. ലാപ്ടോപ്പ് ഇല്ല. അപ്പൊ ഈ ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയാ ബുദ്ധിമുട്ടുണ്ടാവുന്നത്? ലാപ്ടോപ്പ് എനിക്കിപ്പോ ഈ പ്രസന്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യാണ്ട് വരും. പിന്നെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പോഴത്തേക്കും നമുക്ക് ഈ മൊബൈലിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ, എനിക്കാണെങ്കിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ഓൺലൈൻ ക്ലാസ്സാ. അത് കഴിഞ്ഞിട്ട് അല്ലാതെ കോളേജിൽ വേറെ പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പൊ എനിക്ക് ഈ മൊബൈലിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാലോ നാസിക, ഇത് കേട്ടോണ്ടിരുന്ന ഒരാൾ ഒരു ലാപ്ടോപ്പ് അങ്ങ് വാങ്ങിച്ചു തന്നല്ലോ, ഇരിക്കും. അയ്യോ, സന്തോഷത്തോടെ ഞാൻ വാങ്ങിച്ചു പോരെ. അപ്പൊ നമ്മൾ കളിയായിട്ടൊന്നും ബന്ധമില്ല. ഞാൻ ഇത് കഴിഞ്ഞൊരു മോൾക്കൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിനി കളിയില്ല, കളി കാര്യമായിട്ടുള്ള കളി തന്നെ. ലാപ്ടോപ്പ് നമ്മുടെ പിന്നാലെ വീട്ടിലെത്തിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 40,000. ഇങ്കർ, മോണിറ്റർ. ഏത് ജില്ലയിലാണ് ശബരിമല? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി പത്തനംതിട്ട, ഓപ്ഷൻ ഡി കൊല്ലം, ഓപ്ഷൻ ഇ കണ്ണൂർ. ഓപ്ഷൻ സി പത്തനംതിട്ട.
അതുവഴി എങ്ങനെ പോയിട്ടുണ്ടോ? ഞാനിപ്പോ ട്രെയിനിലാണ് വന്നത്, പക്ഷേ പത്തനംതിട്ട വഴിയല്ല വന്നത്. എന്നാലും പത്തനംതിട്ട കൂടെ ട്രെയിൻ ഓടി തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. തിരുവല്ലയിൽ ഇറങ്ങാം. തിരുവല്ല. ഞാൻ കൊല്ലം വഴിയിട്ട് ആണ് വന്നത്. അപ്പൊ ഒരു പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടുത്താണല്ലോ. ഓക്കെ. അപ്പോ ശബരിമല പത്തനംതിട്ട ജില്ലയിലാണെന്നാണ് പറയുന്നത് അല്ലേ? അതെ അതെ. നാസിക? യെസ്, നാസറിന്റെ അഭിപ്രായത്തിൽ പത്തനംതിട്ടയാണ്. തർക്കമില്ലല്ലോ? തർക്കമില്ല സാർ. കൂട്ടോ? കൂട്ടോ? അപ്പോ ഉത്തരം ശരിയാണ്. അപ്പൊ 40,000 രൂപ ഒരു കമ്പ്യൂട്ടർ വാങ്ങിയുള്ള പൈസയായി. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. ജീവിതത്തില് ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ പോയി വിക്ഷേപിക്കണമെന്ന് കഴിഞ്ഞാൽ അഥവാ അതങ്ങോട്ട് നടന്നില്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ അറേഞ്ച്മെന്റ് ഏതാ? എന്താ സാർ എന്ന് പറഞ്ഞാൽ ആ സ്വപ്നം നടക്കാൻ പോയാൽ അതിന് താഴെ ഒരു സ്റ്റാൻഡ് ബൈ സ്വപ്നം വേണമല്ലോ. എ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ബി എന്ന് പറയുമ്പോ എനിക്ക് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ തന്നെ നിൽക്കാൻ തന്നെയാണ് താല്പര്യം. അപ്പോ PSC എഴുതി ഒരു ഗവൺമെന്റ് ജോലി, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവാം. അങ്ങനെ ഒരു PSC എഴുതിയൊരു ജോലിയിലോട്ട് കയറണം. ഞാൻ ISRO തന്നെ കയറാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്റെ വിശ്വാസം അത് നേടാൻ പറ്റും. കാരണം ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും. ജീവിതത്തിലെ ഏറ്റവും വിഷമം ഉണ്ടായെന്തോ? ഈ ഉപ്പച്ചി ഇങ്ങനെ കള്ളുമൊക്കെ കുടിച്ച് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, ഉമ്മയ്ക്കൊരു നിത്യ കണ്ണീരായി മാറുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തോ ഏറ്റവും വലിയ വിഷമ സംഭവം ഉണ്ടായത് വീട്ടില്? ഇപ്പൊ എനിക്ക് ഏറ്റവും എന്റെ ഉമ്മിച്ചി തന്നെയാണ് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പൊ ഉമ്മിച്ചിനെ വാപ്പിച്ച് എന്തെങ്കിലും പറയുമ്പോ പെട്ടെന്ന് ഹർട്ടാവും. ഇപ്പൊ ഉമ്മച്ചി പഠിക്കാൻ വേണ്ടിയിട്ട് വാപ്പ ബഹളം വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് എതിർത്ത് പറയുമ്പോ തിരിച്ചിങ്ങോട്ട് വല്ലതൊക്കെ പറയുമ്പോ അതൊക്കെ പറയൂ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറയുമായിരുന്നു? നമ്മള് അധികം ഒന്നും പറയത്തില്ല, ഉമ്മച്ചിയുടെ തന്നെയാണ് പറയുന്നല്ലേ? ഓക്കെ, ശരി മോളെ. അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. മോടെ ലെവല് മാറാൻ പോവാ. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ മേലോട്ട് ഉയരാൻ പോകുന്നു. ഓക്കെ, ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുട്ടേട്ടാ, ലെവൽ 2. നാസിക ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് ഉയരാൻ പോകുന്നതിന്റെ ആദ്യ സൂചനയായിരിക്കും ഫ്ലവേഴ്സ് ഒരു കോടിയിൽ സംഭവിക്കാൻ പോകുന്നത്. ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പഠിക്കുകയാണോ? ഫസ്റ്റ് സെമസ്റ്റർ ആണോ ഇപ്പോ? ഞാനിപ്പോ സെക്കൻഡ് സെമസ്റ്റർ ആണ്. അധ്യാപകർക്കൊക്കെ വലിയ കാര്യമാണോ? ഇപ്പൊ കോളേജിൽ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് അധ്യാപകരും നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു കണക്ഷൻ. ഇത് എനിക്കോ നിങ്ങളുടെ കോളേജിലെ അധ്യാപകരൊക്കെ ഇത് കാണുന്നുണ്ടാവും. അവർക്ക് സ്നേഹം കൂടും ഇനിയിപ്പോ അല്ലേ? നാസിയെ ചിലപ്പോൾ കൂടുതൽ സ്നേഹിക്കും, നാസിയ മേലോട്ട് ഉയരും അല്ലേ? അപ്പോ 6ാമത്തെ ലെവലിലാണ് നമ്മുടെ 1 കോടിയുടെ കളി. അപ്പൊ അവിടെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 50,000 രൂപ. ഓക്കെ, മോണിറ്റർ. നാസിക, ഇനി നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഉമ്മച്ചി കേട്ടല്ലോ, 50,000 രൂപ. ഇപ്പൊ ഇദ്ദേഹം കുറെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മച്ചിയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തോ? തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ കയറണം, ചൊവ്വാഗ്രഹത്തിൽ ഇറങ്ങണം, പല പല മോള് കുഞ്ഞിലെ അവള് നല്ല ചെറുതായിരുന്നപ്പോഴേ പറയുന്ന ഒരു കാര്യം, എനിക്ക് സയന്റിസ്റ്റ് ആവണം. അപ്പൊ ഉമ്മയ്ക്ക് എന്തോ ആഗ്രഹം? അങ്ങനെ സ്വന്തമായിട്ട് ആഗ്രഹം വല്ലതും ഉണ്ടോ? എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. മോളുടെ ഇഷ്ടം, മക്കളുടെ ഇഷ്ടത്തിന് എനിക്ക് പോണം, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ മറ്റേ അദ്ദേഹത്തിന് മൂപ്പരെ നേരെയാക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലേ? അത് നടക്കത്തില്ല സാർ, അത്രയും ക്രിട്ടിക്കലാ എന്ന് പറഞ്ഞാൽ അതിന് അഡിക്റ്റ് ആയതാ, അങ്ങനെ പോകുന്നു. അപ്പൊ മാത്രമല്ല, മൂത്ത മകളെ കല്യാണം കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് ബുദ്ധിമുട്ട്. അപ്പൊ ആ ബുദ്ധിമുട്ട് ഇതിനെയൊക്കെ കെട്ടിക്കുമ്പോ വേണ്ട അല്ലേ? ഓക്കെ, ഇത് മിക്കവാറും പോകുന്ന പോക്ക് കണ്ടിട്ട് സ്വന്തമായിട്ട് ആളെ തിരഞ്ഞെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ലല്ലേ? ഓക്കെ, ഈ കുട്ടിക്ക് വിവാഹം വേണ്ട എന്നാണ്. അങ്ങനെയാണോ? അതെ സാർ, എനിക്ക് വിവാഹം കഴിക്കണ്ട. അപ്പൊ ഉപ്പച്ചിയോടുള്ള ആ ഒരു അമർഷമാണോ? അല്ല, അങ്ങനെയല്ല. ഉമ്മിച്ചിന്റെ ജീവിതം കണ്ടിട്ട് ചെറിയൊരു ഭയം ഉള്ളിലുണ്ട്. അതെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ ഇനി വേണ്ടാത്ത ഭാരം, അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല. അല്ല, പക്ഷേ എനിക്ക് തോന്നുന്നറിയുമോ, ചിലപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ആളെ കല്യാണം കഴിക്കാൻ ഭാഗ്യം കിട്ടിയാലോ എല്ലാവരും ഉപ്പച്ചിയായിരിക്കും. അതല്ല, അല്ല, എനിക്ക് തീർച്ചയായിട്ടും താങ്കളുടെ മനസ്സിലെ ആ ഭയം, ഉൾഭയം എനിക്ക് മനസ്സിലാകുന്നു. കാരണം ഇത് കണ്ട് വളരുന്ന കുട്ടികൾക്കെല്ലാം സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാവും. എന്നാലും ഒരു തീരുമാനം എടുക്കണ്ട. ഓക്കെ, അത് പിന്നീട് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. അപ്പൊ ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. അപ്പൊ ഇത് കണ്ടോളൂ, ഈ വീഡിയോ കണ്ടോളൂ. നീ ഇറങ്ങലു, ഞാൻ കേറലു.
ആ വീഡിയോ കണ്ടല്ലോ. ഈ ദൃശ്യം ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടതായി ഓർമ്മയുണ്ടോ? ഇല്ല സാർ. പക്ഷെ ഈ വരികൾ കേട്ടിട്ടുണ്ട്. വരികൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോ ചോദ്യം ഇതാണ്, 50,000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ചുത്തരം പറയണം. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ രാജസേനൻ, ഓപ്ഷൻ ബി കമൽ, ഓപ്ഷൻ സി സത്യനന്ദിക്കാട്, ഓപ്ഷൻ ഡി PG വിശ്വംഭരൻ, ഓപ്ഷൻ ഇ ഹരിഹരൻ. ഈ ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്നുള്ള സിനിമയാണ്. ഓർമ്മയില്ലേ? പേര് കേട്ടിട്ടുണ്ട്. പിടിവള്ളി എടുക്കാം സാറേ. പിടിവള്ളി എടുക്കാം അല്ലേ? പിടിവള്ളി എടുക്കാം. ഓക്കെ, ആരുടെ പിടിവള്ളി? ഇനിയിപ്പോ ഒരു 2 പിടിവള്ളിയേ ഉള്ളൂ. കുട്ടേട്ടന്റെ ഹെൽപ്പ്. കുട്ടേട്ടാ കറക്റ്റ് വരച്ചതാ. അല്ല, തീർച്ചയായിട്ടും സഹായിക്കാം. 2 ഓപ്ഷൻസ്, അതിൽ 1 ശരി ഉത്തരം. എ രാജസേനൻ, ബി കമൽ. ഓപ്ഷൻ ബി കമൽ. കൂട്ടാമോ? കൂട്ടാം സാർ. കൂട്ടാം. കൂട്ടി. അപ്പൊ ഇപ്പൊ ടെൻഷൻ കൂടിയോ? ചെറുതായിട്ട് കൂടിയോ? അപ്പൊ ഹാർട്ട് ബീറ്റ് ഒന്ന് അളന്നു നോക്കിയാലോ? കുട്ടേട്ട ഒന്ന് അളന്നോളൂ കുട്ടേട്ട. എന്തായാലും നമുക്ക് നോക്കാം. കുറവാണോ? ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ വളരെ റിലാക്സ്ഡ് ആയി. അപ്പൊ അങ്ങനെ പറഞ്ഞ മറുപടിയാണ് കമൽ. ഇനി ഒരു പിടിവള്ളി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മറന്നുപോണ്ട, കമലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം ശരിയാണോ? ഇനി രാജസേനാണോ ഈ ചിത്രം സംവിധാനം ചെയ്തത്? നമുക്ക് നോക്കാം. കുട്ടി തുറന്നു. ഉത്തരം കമൽ. ഓക്കെ, അപ്പോ ഇപ്പൊ 1,00,000 രൂപ കയ്യിലായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. 1,00,000-ാധിപതിയായി കഴിഞ്ഞു. 50,000 രൂപ. ഈ അടുത്ത സമയത്ത് 50,000 രൂപ കൈ കണ്ടായിരുന്നു? ഇല്ല സാർ. ഏതെങ്കിലും മത്സരത്തിൽ പോയി 1,00,000 രൂപ കിട്ടിയോ? എനിക്ക് മത്സരത്തിൽ കിട്ടില്ല. എനിക്ക് സ്റ്റൈഫൻഡ് കിട്ടാറുണ്ട്. സ്റ്റൈഫൻഡ് കിട്ടാറുണ്ട്. അപ്പോ ആദ്യമായിട്ടാണ് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ഇങ്ങനെ 1,00,000 രൂപ കിട്ടുന്നത്. 10ാം ക്ലാസ്സിലൊക്കെ എങ്ങനെയായിരുന്നു റിസൾട്ട് ഒക്കെ? 10ാം ക്ലാസ്സില് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മച്ചി എന്തോ പറഞ്ഞു? ഉമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഉമ്മച്ചി ഏറ്റവും സന്തോഷിച്ച് കണ്ട ഒരു നിമിഷം. എന്താ ഉമ്മച്ചി അങ്ങനെ? കാരണം അത്രയും കൂടുതൽ കുട്ടികള് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. എന്തായിരുന്നു? എന്റെ മക്കളെല്ലാം എവിടെയും മുന്നിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. എനിക്ക് അതുകൊണ്ട് അവള് ഫുൾ A+ അല്ല, സ്കൂൾ ഫസ്റ്റും കൂടെ ആയിരുന്നു. സ്കൂൾ ഫസ്റ്റും ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അവള് കരയാണ് ചെയ്തത് റിസൾട്ട് വന്നപ്പോ. എന്താ പറ്റി? അവക്ക് ടെൻഷൻ ആയിരുന്നു. ഇനി എന്തേലും മിസ്റ്റേക്ക് വരും. അവക്ക് അങ്ങനെ ഇല്ല. എക്സാം നന്നായിട്ട് എഴുതിയെങ്കിൽ ആ സമയത്ത് എല്ലാരും റിസൾട്ട് വരുമ്പോ ചിരിക്കും. അവള് ഭയങ്കര കരച്ചിലായിരുന്നു. ഇനിയിപ്പോ ഈ തന്ന റിസൾട്ട് തിരിച്ചെടുക്കുമെന്നുള്ള പേടിയാണ്. അങ്ങനെ പേടിച്ചോ? അല്ല സാർ, അത് ഞാൻ സത്യം പറഞ്ഞ ഒരു ടെൻഷൻ ബോക്സ് ആണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് എന്തൊരു കാര്യം വന്നാലും ഞാൻ പെട്ടെന്ന് ടെൻസ്ഡ് ആവും. പക്ഷെ മുഖത്ത് അത് ഞാൻ ഉമ്മിച്ചിന്റെ സ്വഭാവം എന്ന് വെച്ചാ എന്താ, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സ്നേഹം വരും, എല്ലാം ഉണ്ട്. എല്ലാം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന്. അപ്പൊ നമ്മള് ടെൻഷന്റെ ആളാ അല്ലേ? സ്വിച്ചിട്ടാലും ഓഫ് ചെയ്താലും ടെൻഷൻ. ടെൻഷൻ വന്നാൽ എത്ര നേരം നിൽക്കും? ടെൻഷൻ വന്ന ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതങ്ങ് പെട്ടെന്ന് റിലാക്സ് ആയി. കണ്ടാ പറയത്തില്ല ആ ഒരു ലുക്ക് ഇല്ല. ടെൻഷന്റെ ആളുള്ള ലുക്ക്. അത് ഞാൻ അങ്ങനെയാ. എനിക്കിപ്പോ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ ടെൻഷൻ വന്നാൽ ഞാൻ പെട്ടെന്ന് ചിരിക്കും. ഫുൾ സ്മൈലാ. പക്ഷെ അതിന്റെ ഉള്ളില് ചിരി ഒളിപ്പിച്ചു വെച്ചു. അല്ല, ടെൻഷൻ ഒളിപ്പിച്ചു വെക്കും. അത് എല്ലാവരും ഈ കുട്ടി എന്ത് കോൺഫിഡന്റ് ആയിട്ടാ പറയുന്നതെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ച് എന്റെ ഉള്ളിൽ കിടന്ന് ഇടി ഹാർട്ട് അടിക്കുന്ന എനിക്ക് അറിയത്തുള്ളൂ. അതാ സത്യം. അത് മറച്ചു വെച്ചു. അതൊരു ബിസിനസ് സീക്രട്ട് അല്ലേ? അത് അങ്ങനെ ഇരിക്കട്ടെ, സീക്രട്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി 60,000 രൂപ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇനി നമുക്ക് ആലോചിച്ച് ഉത്തരം പറയണം. കാര്യം ഒരു പിടിവള്ളി മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് പിടിവള്ളി എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് മത്സരം അവസാനിക്കും അതോടെ. ഓക്കെ, അപ്പൊ മോണിറ്റർ ഏത് രംഗത്തെ മികവിനാണ് അർജുന അവാർഡ് നൽകുന്നത്? ഓപ്ഷൻ എ സംഗീതം, ഓപ്ഷൻ ബി സാഹിത്യം, ഓപ്ഷൻ സി ചലച്ചിത്രം, ഓപ്ഷൻ ഡി ശില്പകല, ഓപ്ഷൻ ഇ കായികം. അർജുന അവാർഡ് ഏത് രംഗത്തെ മികവിനാണ്? ഓപ്ഷൻ ഇ കായികം. ഓപ്ഷൻ ഇ കായികം. കൂട്ടട്ടോ? കൂട്ടിക്കോ സാർ. കൂട്ടാമോ? കൂട്ടി. ഇപ്പോഴത്തെ ചിരി ടെൻഷൻ അടിച്ചിട്ടാണോ? ടെൻഷൻ അടിച്ചിട്ടാ. ആണോ? പക്ഷെ മനസ്സിലാകത്തില്ല കേട്ടോ. ഞാൻ ഒരു അറിയാൻ വേണ്ടി ചോദിച്ചതാ. ആട്ടിടിക്കുന്ന ഒരു ശബ്ദം ഇവിടെയും കേൾക്കുന്നുണ്ട്.
എടുക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം. ആ. അപ്പോ തെറ്റുത്തരം പറഞ്ഞാലുള്ള ശിക്ഷ എന്താണെന്നറിയാമോ ഇവിടെ? എന്താണ് അറിയാമോ? ശിക്ഷയുണ്ടോ? ആ പിന്നെ ഇവിടെ ഒരു ശിക്ഷയുണ്ട്. ഇറങ്ങി പോണ്ടി വരും. അതല്ലേ ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അത് ഭയങ്കര ശിക്ഷയാണ്. അതെ അതെ. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് തോന്നിയെങ്കിലും ഉത്തരം ശരിയാണ്. കായിക രംഗത്തെ മികവിനാണ് അർജുന അവാർഡ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും 60,000 രൂപ കൈ കിട്ടി അല്ലേ? ഒരു മത്സരത്തിന് പോയി 60,000 രൂപ കിട്ടുന്നതൊക്കെ ആദ്യമാണ് അല്ലേ? ആദ്യമാണ് ഞാൻ ആദ്യമായിട്ടാ ഒരു മത്സരത്തില് ഒരു പ്ലാറ്റ്ഫോം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നത്. മോൾക്ക് അത്യാവശ്യം കൂടുതൽ നീളമുണ്ടോ? എത്ര അടിയുണ്ട് ഇപ്പോ? ഞാൻ 167 ഉണ്ട്. അത്ര 167 സെന്റിമീറ്റർ ഉണ്ട്. എന്നെക്കാളും ഉയരം ഉണ്ടെന്ന് തോന്നുന്നു. ആണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കി നമ്മൾ തമ്മിൽ ഉയരത്തിൽ ഞാൻ എങ്ങനെയാണ്? എല്ലായിടത്തും പോയി ഇതുപോലെ പൊക്കണം. ഉണ്ടല്ലോ, ഉയരമുണ്ട്. എന്നെക്കാൾ ഉയരത്തിലാണ്. ചെറുക്കനെ കിട്ടൂല, ചെറുക്കനെ കിട്ടൂല. പറയാ കുട്ടേട്ടാ, ഒരു ചെറുക്കനെ കിട്ടാൻ പാടൊന്നുമില്ല. ഒരുപാട് ആളുടെ നീളന്മാരുണ്ട്. ബോസ് ഈ കുട്ടിയെ ഒന്ന് നന്നായിട്ട് ഭക്ഷണ കാര്യത്തിൽ ബോസ് ഒന്ന് ഉപദേശിക്കണം. ഞാനൊന്ന് ഉപദേശിച്ചു വിടാൻ കുട്ടേട്ടാ. എനിക്ക് 2-3 കാര്യങ്ങൾ ഉപദേശിച്ചു വിടാറുണ്ട്. കാരണം ഈ കുട്ടി 3 നേരം കഞ്ഞിയാണ് കഴിക്കുന്നത്. കഞ്ഞിയാണോ? അതെ അതെ. അയ്യോ, അപ്പൊ കഞ്ഞി നേരട്ട പേരുണ്ടോ? കഞ്ഞി അത് ആർക്കും അറിയില്ല, സീക്രട്ട് ആണ്. ആണ്. അപ്പൊ ഈ കഞ്ഞി മാത്രം കുടിക്കാൻ കാരണം ഉമ്മ ഉപദേശിച്ചതാണോ ഈ കഞ്ഞി കുടിക്കാൻ? അല്ല സാർ, അവക്ക് അത് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവക്ക് ചവയ്ക്കാനൊക്കെ ഭയങ്കര മടിയാ. അതാവുമ്പോ പെട്ടെന്ന് ഇറങ്ങി പോകുമല്ലോ. വിചാരിക്കുന്നത് കൂലിക്ക് ഒരാളെ നിർത്തി ചവയ്ക്കേണ്ടി വരുമല്ലോ. ചവയ്ക്കാൻ വയ്യ. എല്ലാം മടിയാ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മടിയാ. പിന്നെ അതുപോലെ സദ്യയൊക്കെ കല്യാണത്തിന് കൊണ്ടുപോവുകയാണെങ്കിൽ അവള് വെറും പരിപ്പും ചോറും പപ്പടവും മാത്രം കഴിക്കും. എന്താ കാര്യം? ഇത്രയും കറി ഇരിക്കുന്ന ഏത് കറി ഞാൻ എടുക്കണമെന്ന് അവർക്ക് കൺഫ്യൂഷനാന്ന് പറയും. കൺഫ്യൂഷനും ടെൻഷനോ? നാഫിയക്ക് അങ്ങനെ ടെൻഷൻ വല്ലതും ഉണ്ടോ? എന്തുവാ, ചിക്കന്റെ കാലാണോ കടിച്ചു പറിക്കുക സാധാരണ? കണ്ടപ്പോ തോന്നി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിപ്പോ എത്ര രൂപയായി? 60,000. ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടാ പോണ്ടേ? 70,000 രൂപ. 70,000 rupees. മോണിറ്റർ. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ പൊന്നാനി കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ഡി കൊച്ചി കായൽ, ഓപ്ഷൻ ഇ കവായി കായൽ. 1988 പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായത്. ജൂലൈ 8 എക്സാക്ട് തീയതി. ബാംഗ്ലൂരിലേക്ക് പോയ ഐലൻഡ് എക്സ്പ്രസ് മൺട്രോത്തുരുത്ത് എന്ന സ്ഥലത്ത് വെച്ച് കായലിലേക്ക് മറിഞ്ഞു. അതേത് കായലിലേക്കാണ് വീണത് എന്നാലോചിച്ചാലും മതി. ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ. അപ്പൊ ഞാൻ അഷ്ടമുടി പൂട്ടോ? പൂട്ടിക്കോളൂ സാർ. അഷ്ടമുടി പൂട്ടോ? പൂട്ടിക്കോളൂ സാർ. പൂട്ടി. ഉമ്മ ഇത് ശരിയായിരിക്കും ഉമ്മ? ഉമ്മയ്ക്ക് മോളെ ഭയങ്കര വിശ്വാസമാണ്. ഇങ്ങനെ ഒരു ഉമ്മയെ കിട്ടാൻ വിഷമോ കേട്ടോ? അതെ, എന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ഉമ്മച്ചി തന്നെയാണ്. തന്നെ ഏറ്റവും വലിയ ഭാഗ്യം. അതല്ലേ ഉമ്മ ട്യൂഷൻ എടുത്ത് നിങ്ങളെല്ലാം പഠിപ്പിക്കും. 3 പെൺകുട്ടികൾ. സാധാരണ ഒരു ഉമ്മയാണെങ്കിൽ അന്തം വിട്ടു പോകും. കാരണം ഭർത്താവിന് ഇതിനെ കുറിച്ചൊന്നും ബോധമില്ല. പുള്ളി വെള്ളം അടിച്ച് പൂസായി നടക്കുക. ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോ പുള്ളി ഉടനെ പോയി ഓടിപ്പോയി വെള്ളം അടിക്കും അല്ലേ? അങ്ങനെ നടന്നിട്ട് 3 മക്കളെ ഉമ്മ വളർത്തിക്കൊണ്ടുവന്നില്ലേ? ഉമ്മ ആള് പുലിയാ കേട്ടോ. ഉമ്മയുടെ ആ ആത്മവിശ്വാസം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്പോ ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ എന്നാ പറഞ്ഞിരിക്കുന്ന പെരുവൺ തീവണ്ടി അപകടം നടന്ന കായൽ അഷ്ടമുടി കായൽ. അതങ്ങനെയാണ്. ഉത്തരം ശരിയാണ്. 70,000 രൂപ. ടെൻഷൻ റിലൈസ് ചെയ്തോ? ഇപ്പോഴും ചിരിക്കുന്നുണ്ട് ടെൻഷന് വേണ്ടി. ഇപ്പൊ അറിയാനുണ്ട് കേട്ടോ ഈ ചിരി ടെൻഷന്റെ ആണെന്നുള്ള. ഇപ്പൊ മനസ്സിലാവും. അല്ല, ഞാനിപ്പോ നോക്കി. അപ്പൊ ആ ചിരിയുടെ പുറത്തൂടെ ഒരു ടെൻഷന്റെ ഒരു കമ്പളം ഇങ്ങനെ പുതച്ച് കിടക്കുന്ന പോലെ കേട്ടോ. എല്ലാരും അറിയാം എന്റെ സീക്രട്ട്. ഞാൻ ചിരിക്കുമ്പോ ടെൻഷനാണ്. ഇനി ചിരിക്കണ്ട. അത് ടെൻഷൻ ഉള്ളപ്പോ ടെൻഷനായിട്ട് തന്നെ നിന്നുള്ളൂ. എനിക്ക് അങ്ങനെ നിക്കാൻ പറ്റൂല. ഞാൻ ചിരി വരും. കുറെ ദിവസമായിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടാണോ അങ്ങനെ? അറിയത്തില്ല. മാത്രല്ല ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ആമ്പിള്ളാരൊക്കെ ഒന്ന് വരുമൊക്കെ ചോദിക്കും അല്ലേ? ആമ്പിള്ളാരുടെ ലോഹിയൊക്കെ ആണോ? ഫ്രണ്ട്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഫ്രണ്ട്സ്. എല്ലാരുമായിട്ട് ഫ്രണ്ട്സ് തന്നെയാണ്. ആരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല. എവിടെ 1-2 കേസ് കൊളുത്തി പിടിച്ചിട്ടുണ്ടല്ലോ. ഈ കുട്ടി നുണ പറയുന്നു തോന്നുന്നു. ആന്നല്ലേ? കുട്ടേട്ടൻ അറിയാം എല്ലാവരുടെയും കാര്യം. കുട്ടേട്ടൻ ആള് പുലിയാ. ഇനി കൊണ്ടുപോണില്ല. നോക്കി ഇവിടെ നിന്നോ. കൊണ്ടുപോണില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ജീവിതത്തില്? അങ്ങനെ ഈ പുരുഷന്മാരോടെല്ലാം ഒരു വെറുപ്പിന്റെ മാനസികാവസ്ഥയുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. അല്ല, ഉപ്പച്ചിയുടെ ഒരു അനുഭവം ഇങ്ങനെ ആയതുകൊണ്ട്
അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാവരോടും മീൻസ് നമ്മുടെ റെസ്പെക്ട് ആണ്. എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ എന്റെ വാപ്പാടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. അത് എന്താ വീട്ടില് വളർന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പൊ കുറ്റം പറയാനും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെ കാണുമ്പോഴും അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരായ ഐഡന്റിറ്റി ഉണ്ട്, അവർക്ക് അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, ബിഹേവിയർ ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. ട്യൂഷൻ എടുത്ത് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ വാപ്പിച്ചി കഴിക്കുന്ന ഫുഡ് ഉമ്മിച്ച് കൊടുക്കുന്നത് തന്നെയാണ്. ആണ്. നമ്മളിപ്പോ ഫുഡ് വാങ്ങിക്കൊണ്ട് മീൻസ് ഈ സ്നാക്സ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വാങ്ങും. പിന്നെ ചില സമയം എന്താ എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ പലചരക്ക് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. അത് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ എന്താ ഫുൾ ആള് ചില്ല. ലൈവ് പൊളിയാക്കി പുള്ളി അല്ലേ? ഫുൾ എൻജോയ്മെന്റ്. നമ്മളെയൊക്കെ മറന്നുപോയി. അപ്പൊ ഇനിയിപ്പോ ഒരു ദിവസത്തിൽ പുള്ളിക്കാരനെ ഇതെല്ലാം ഉപേക്ഷിച്ചു, കുപ്പിയൊക്കെ വേണ്ടെന്ന് തീരുമാനിച്ചു, മദ്യപാനമൊക്കെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് കയറി വരിക, മക്കളെ എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് കയറി വന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? അത് ഇപ്പൊ 100% അത് ആളങ്ങനെ പ്യുവറായി മാറുകയാണല്ലോ തീർച്ചയായിട്ടും ഞാൻ വാപ്പച്ചിനെ വീട്ടിൽ വിളിക്കും. ഓക്കെ, നല്ല മോള്. ഓക്കെ, അതൊക്കെ പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തിയിട്ട് മതി. കാരണം നിങ്ങളുടെ ട്യൂഷന്റെ അഡ്രസ്സില് അത് ഇനി ജീവിച്ചു പോകണ്ട. കാര്യം 3 മക്കളെ വളർത്തണ്ടേ. ഇനി ഒരു കാര്യം, ഉമ്മച്ചിക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ 80,000. മോണിറ്റർ പ്ലീസ്. ഈ ദൃശ്യം അങ്ങോട്ട് നോക്കിക്കോളൂ. അവിടെ വേണത്തിലൂടെ വലിപ്പത്തിൽ കാണാൻ പറ്റും ആ ദൃശ്യം. വാപ്പച്ചി ഓർക്കണ്ട, ഇത് വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ആഘോഷത്തിന്റെ ചിത്രമാണ്. അതെ അതെ, തലയിലൊരു ഗ്ലാസ്, തലയെ കൂടെ ഒഴിച്ചാലേ ഒരു നേരെയാവൂലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ചോദ്യം ഇതാണ്. ഗ്ലാസ് തലയിൽ വെച്ച് നൃത്തം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ സച്ചിൻ ടെണ്ടുൽക്കർ, ഓപ്ഷൻ ബി മുഹമ്മദ് അസറുദ്ദീൻ, ഓപ്ഷൻ സി രവി ശാസ്ത്രി, ഓപ്ഷൻ ഡി കപിൽ ദേവ്, ഓപ്ഷൻ ഇ പ്രവീൺ ആംറെ. സച്ചിനല്ല, അത് ഉറപ്പാ. കപിൽ ദേവ്. ആത്മവിശ്വാസത്തോടെ ഉറപ്പിച്ചു പറയും. ഓപ്ഷൻ ഡി കപിൽ ദേവ്. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം സാർ. പൂട്ടാമോ? പൂട്ടാം സാർ. കപിൽ ദേവിനെ പൂട്ടാം. എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹത്തിനെ പൂട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കപിൽ ദേവ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡി നമ്മൾ പൂട്ടിയിരിക്കുന്നു. നമ്മൾ പൂട്ടി. അപ്പൊ ഈ ഉമ്മ എനിക്ക് ഇഷ്ടായി. അല്ല ഉമ്മ കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കപിൽ ദേവ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഗ്ലാസ് തലയിൽ വെച്ച് ഈ നൃത്തം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് കപിൽ ദേവ് എന്ന് ഉത്തരം പറഞ്ഞു അല്ലെ? നാസിക എസ് നാസർ. നാസിക, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അല്ല, ഉത്തരം ശരിയാണ്. പേടിച്ചു. 80,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം താങ്കൾ നൽകി. അപ്പൊ കപിൽ ദേവ് ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ ഒന്ന് ടെൻഷനായി അല്ലേ? ഹാപ്പി. നന്നായി വന്നു, നന്നായിട്ട് വന്നു. അങ്ങനെ ടെൻഷന്റെ ഒരു കരിമ്പടം വന്നങ്ങ്. നേരത്തെ ഒരു കമ്പളമായിരുന്നു, ഇപ്പൊ കരിമ്പടം. അപ്പൊ മോൾക്ക് ഒരുപാട് സൗഹൃദ വലയമൊക്കെ ഉണ്ടോ? ഒരുപാട് കൂട്ടുകാരികളൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ അധികം ഡീപ്പ് എല്ലാരോടും മിണ്ടും. അല്ലാതെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന എനിക്ക് 5th മുതൽ 12th വരെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ജൗഹറ. മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ എന്തൊക്കെയാ യോഗ്യത? എന്നത് എന്റെ പോലത്തെ സ്വഭാവമായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ എന്താ പൊതുവെ സൈലന്റ് ആണ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണേലും ഞാൻ സൈലന്റ് ആയിട്ട് ഒരിടത്തിരിക്കും, പഠിക്കും. പിന്നെ എന്താ അധികം ബഹളത്തിനൊന്നും പോകത്തില്ല. അപ്പൊ അവള് എന്നെ പോലെ തന്നെ സൈലന്റാ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നടക്കും. പിന്നെ 2 സൈലന്റന്മാരാണ് യോഗ്യം അല്ലേ? മോൾക്ക് എൻട്രൻസ് എക്സാം എഴുതിയാണോ കിട്ടിയത്? ഇത് ഗവൺമെന്റ് കോളേജ് അല്ലേ? ഗവൺമെന്റ് കോളേജ് ആണ്. ഓക്കെ, നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 lakh. എത്ര പൂജ്യം? 1 ലക്ഷത്തിന് എത്ര പൂജ്യം? പെട്ടെന്ന് പറയണം. കമ്പ്യൂട്ടറിലിട്ട് കളിക്കരുത്. 6. തന്ന പൈസ തിരിച്ചെടുത്തിരിക്കുന്നു. സാർ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് കൺഫ്യൂസ് ആയി പോകും. 4 വരാം. 3, 4, 5, 6. എത്ര? 1,00,000 പൂജ്യം ഉണ്ടോ? 5 പൂജ്യം. സോറി സാർ. ഉമ്മ, ഈ കൊച്ചിന്റെ 1 ലക്ഷം രൂപ കൊടുത്ത എങ്ങനെ എണ്ണി എടുക്കും ഉമ്മ? അല്ല സാർ, അത് ടെൻഷനില്ലാത്താണോ? എങ്കിൽ പിന്നെ പോട്ടല്ലേ? ഓക്കെ, പോട്ടെ. നാസിക, 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. നാസികയുടെ ലെവല് വീണ്ടും മാറ്റുന്നു കുട്ടേട്ടൻ. കുട്ടേട്ടാ, ലെവൽ 3.
നാസിക ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്? ഉറക്കമൊക്കെ കൊള്ളാം. ഒരുപാട് ഉറങ്ങുന്ന ആളാണോ? എങ്ങനെയാ? ഇല്ല, ഒരു ഉറക്കം തൂങ്ങിയാണോ? അല്ല, ഉറക്കം തൂങ്ങിയല്ല. 6 മണിക്കൂർ അങ്ങനെ ഞാൻ ടൈം വെച്ച് ഉറങ്ങുന്ന ആളാ. അങ്ങനെയല്ലേ? 8 മണി മുതൽ 2 മണി അങ്ങനെ എന്ത് ഉറക്കോടെ ഉറങ്ങുമ്പോഴെങ്കിലും തനിക്ക് സ്വന്തമായിട്ട് അങ്ങനെയല്ലേ സാർ, ഞാൻ പറഞ്ഞല്ലോ ട്യൂഷനൊക്കെ എടുക്കുകയാണെന്ന്. അപ്പൊ ട്യൂഷൻ രാവിലെ എത്ര മണിക്ക് ട്യൂഷൻ തുടങ്ങും? രാവിലെ ട്യൂഷൻ കാണത്തില്ല. ഞാൻ സ്കൂളിലെ കാര്യോട് പറഞ്ഞില്ല. കോളേജിന്റെ ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് അതൊക്കെ വേറെ റൊട്ടീനൊക്കെ ഇപ്പൊ മാറി വരികയാണ്. ഇപ്പൊ ഞാൻ സ്കൂളിലായിരുന്നപ്പോഴത്തേക്കും ഞാൻ പോയിട്ട് വൈകിട്ട് 4 മണിയാകുമ്പോ എത്തും. അപ്പൊ അത് കഴിയുമ്പോ നമ്മൾ ഷിഫ്റ്റ് ആയിട്ടാ ട്യൂഷൻ വെക്കുന്നത്. അപ്പൊ ഒരു 8 മണി വരെയൊക്കെ ട്യൂഷൻ കാണും. എന്നിട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് ആരാ നോക്കുന്നത്? ഉമ്മിച്ചിയാണ് നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പോ കൊച്ചുകുട്ടികളായിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ ഒരു 4 മണിയൊക്കെ ആകുമ്പോ വരുമ്പോ ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് ആ സമയത്ത് വരും. അപ്പൊ എന്റെ കുട്ടികൾ വരും. അപ്പൊ ഞാൻ അവർക്ക് പോയി, ഞാനും പിന്നെ ചേച്ചി ആ സമയത്തായിരിക്കും പറഞ്ഞത്. നമുക്ക് രണ്ടുപേരും 2 വശത്തിരുന്ന് വേറെ കുട്ടിയൊക്കെ ട്യൂഷൻ എടുക്കാനുള്ള സ്ഥലമുണ്ടോ വീട്ടില്? സ്ഥലമുണ്ട്. കുഴപ്പമില്ല. ഇപ്പൊ റെന്റഡ് ഹൗസ് ആണെന്നല്ലേ പറഞ്ഞു? വാടക വീട്ടിൽ നിന്ന് സ്ഥിരം വീട്ടിലേക്ക് മാറണം അല്ലേ? ഓക്കെ, അതിനുള്ള ശ്രമം തുടങ്ങിയോ? ശ്രമം തുടങ്ങിയിട്ടില്ല, തുടങ്ങണം. അതിന്റെ ഒരു ആദ്യ പടിയാണ് വീടില്ലാത്തവര് വീട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വിജ്ഞാനമുള്ളവനെ വീട്, അതാണ് വിജ്ഞാനമുള്ളവന് വീട്. അപ്പൊ 1 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. താങ്കളുടെ ഭാഗ്യം ഇവിടെ പരീക്ഷിക്കാം വിജ്ഞാനത്തോടൊപ്പം. അപ്പൊ മോണിറ്റർ സ്ത്രീ ശാക്തീകരണത്തിനായി വനിതകൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ പുരസ്കാരത്തിന്റെ പേര്? ഓപ്ഷൻ എ ഭാരത് മാതാ പുരസ്കാർ, ഓപ്ഷൻ ബി നവജ്യോത് പുരസ്കാർ, ഓപ്ഷൻ സി ദുർഗ സമ്മാൻ, ഓപ്ഷൻ ഡി നാരി ശക്തി പുരസ്കാർ, ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി പ്രൈസ്. ഇതെല്ലാം സ്ത്രീകളുമായി റിലേറ്റ് ചെയ്തതാണ്. അതെ, ഒരു പിടിവള്ളി ഉണ്ട് അല്ലേ? പിന്നെ സാറിന്റെ ഒരു പിടിവള്ളി. എന്റെ പിടിവള്ളി ലാസ്റ്റ് പിടിവള്ളിയാ. വേണ്ട, അത് ഇപ്പോഴൊന്നും വേണ്ട. അത് ഞാൻ എടുക്കും. ഒരു കാര്യം ചെയ്യും, താങ്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ കുട്ടേട്ടനോട് സമീപിക്കും. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ആണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരം. സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ആണ്. ഓപ്ഷൻ ഡി നാരി ശക്തി പുരസ്കാർ. കേട്ടിട്ടുണ്ടോ അത്? ഞാൻ അത് കേട്ടിട്ടുള്ളത് പോലെ തോന്നുന്നു. നാരി ശക്തി പുരസ്കാർ കൂട്ടിട്ടോ? ഓപ്ഷൻ പിടിവള്ളി എടുക്കണോ? ആത്മവിശ്വാസത്തോടെ പറയൂ, ആത്മവിശ്വാസം കൈവിടരുത്. കാരണം കുട്ടിയുടെ ഉമ്മയ്ക്ക് എന്തൊരു ആത്മവിശ്വാസം എന്ന് ആലോചിച്ച് നോക്ക്. കാര്യം 3 പെൺകുട്ടികളെ വളർത്താൻ ട്യൂഷൻ മാത്രം മതി എന്ന് ചിന്തിച്ച ആദ്യത്തെ വനിതയായിരിക്കില്ല. എന്നാലും ഉമ്മ പറഞ്ഞു തന്നിട്ടില്ലേ? അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞു തന്നേക്കുന്നത് എന്താണ്? എവിടെയും നമ്മൾ വീണ് പോവാൻ പാടില്ല, വീഴരുത്. കാരണം നമ്മൾ ഇപ്പൊ ഏതൊരു സിറ്റുവേഷൻ വന്നാലും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യാം. നമ്മള് ഇപ്പൊ ചില പെൺകുട്ടിയാണ് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കല്ലേ, നമ്മൾ അങ്ങ് കേറുക, നമ്മളെ കൊണ്ട് പറ്റുന്ന അങ്ങ് ചെയ്തേക്കാം. നമ്മുടെ മനസ്സിന് തോന്നാ നമ്മൾ ചെയ്യാം. അത്രയും വെച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആത്മവിശ്വാസത്തോടെ പറയും. ഓപ്ഷൻ ഡി നാരി ശക്തി പുരസ്കാർ. അപ്പോ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഞാനിത് പൂട്ടി. ഓപ്ഷൻ ഡി ആണ്. ഇവിടെയും കൂടെ ഞാൻ ഉമ്മയോടൊന്ന് ചോദിക്കട്ടെ. ഉമ്മ, എങ്ങനെയാ ഇതിന്റെ അവസ്ഥ? എങ്ങനെയായിരിക്കും? അറിയത്തില്ല സാർ. ഓക്കെ, അപ്പോ എന്നോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന് പറഞ്ഞല്ലേ വന്നേ? ഇത്രയും നേരം കൊണ്ട് തീർക്കാൻ വേണ്ടിയാണോ വന്നേ? അല്ല, സാറിനോട് സംസാരിക്കണം, കുറേ പറയാനുണ്ട്. സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓ, അതിനൊക്കെ ഇനിയിപ്പോ വേറെ ദിവസം വരേണ്ടി വരുമല്ലോ. ആണോ? അയ്യോ, ഈ ഉത്തരം ശരിയായിരിക്കുമെന്ന് മനസ്സ് പറയുന്നുണ്ടോ? എന്റെ മനസ്സ് പറയുന്നുണ്ട് ശരിയായി. മനസ്സ് പറയുന്നത് എപ്പോഴേക്കാ തെറ്റിയിട്ടുള്ളത്? മനസ്സ് പറയുന്നത് തെറ്റിയിട്ടുള്ള അത് തോന്നുന്നില്ല. മനസ്സ് എന്നെ ചതിക്കില്ല എന്നാണ് വിശ്വാസം. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം എങ്ങനെയാ ഞാൻ ഈ മുഖത്ത് നോക്കി ഇത് പറയുന്നത്? ടെൻഷൻ മറയ്ക്കാൻ വേണ്ടി ചിരിക്കുന്ന ഒരാള് അല്ലേ? ലുക്ക് ആൻഡ് ഫീല് തന്നെ ചിരിയിൽ കുതിർത്തു വെച്ചിരിക്കുക. അപ്പൊ താങ്കൾ ഗസ് ചെയ്ത് പറഞ്ഞാ തോന്നുന്നത് അല്ലേ? കറക്കി കുത്തായിരുന്നോ? അല്ല, കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെ പറഞ്ഞു പോയാൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു അപകടം ഇവിടെയും സംഭവിക്കുന്നു. 8,000 രൂപയായിട്ട് മടങ്ങിപ്പോകാനാണോ തലയിലെടുത്ത്? 8,000 രൂപയാണ് ഇപ്പൊ. 8,000 രൂപ ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എങ്കിൽ ഉത്തരം ശരിയാ. ഓക്കെ അല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് നാരി ശക്തി പുരസ്കാരം.
അപ്പൊ 1 ലക്ഷം രൂപ ഒരുപാട് ക്ഷണിച്ചു പോയി അല്ലേ? ചെറുതായിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് ഉമ്മ 4 കിലോ കുറഞ്ഞു. ഉമ്മ പ്രാർത്ഥിച്ചോ? ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ആ ഫലം ഉണ്ടായത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ജീവിതത്തിലെ ഓർക്കാപ്പുറത്ത് എപ്പോഴെങ്കിലും ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ലോട്ടറി എടുക്കുമോ മോള്? ഇല്ല, ഞാൻ ലോട്ടറി ഇതുവരെ എടുത്തിട്ടില്ല. ഉമ്മിച്ചി ഒരു പ്രാവശ്യം എന്തോ ഉമ്മ എടുത്തിട്ടുണ്ട്. ലോട്ടറി എടുത്തോ? ഒരു പ്രാവശ്യം എടുത്തു സാർ. അല്ല അടിച്ചു വന്നിട്ട്? ഇല്ല ഇല്ല. ഓ, ഈ ഇടയ്ക്കൊരു ബമ്പർ ഉണ്ടായിരുന്നു 12 കോടിയുടെ. ഉമ്മ എടുത്തില്ലല്ലോ? എടുത്തില്ല സാർ. അത് ഇനി ഒന്ന് എടുക്കണം. ചിലപ്പോ അറിയാൻ പറ്റത്തില്ല. 12 കോടി കയറി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാര്യം ഇല്ല. 12 കോടി പോയി. എപ്പോഴെങ്കിലും നാസിക ഈ വലിയ കോളേജുകളിലൊക്കെ പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയാ മോളുടെ ഒരു അപ്രോച്ച് ആ കാര്യത്തിലൊക്കെ? എനിക്ക് IIT-ല് പോണോന്ന്. ഏത് IIT-ല്? അങ്ങനെ JEE എഴുതണുണ്ടായിരുന്നു. IIT എന്ന് പറയുമ്പോ എല്ലാം ഒന്നിനൊന്നും മിച്ചാണല്ലോ. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് നമ്മുടെ കോഴിക്കോട് NIT. അവിടെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് JEE എഴുതാൻ പറ്റിയില്ല. പഴയ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജാണ് കാലിക്കറ്റില്. RECയുടെ ചരിത്ര പ്രാധാന്യം എന്താണ്? അവിടെ ഒരു P. രാജൻ പഠിച്ചിരുന്നു. പിന്നെ അവിടെ പിൽക്കാലത്ത് ഒരു സീരിയൽ കില്ലിംഗിൽ ബന്ധപ്പെട്ട ഒരു ലേഡി ടീച്ചറാണെന്ന് അവകാശപ്പെട്ടു പോയി. അങ്ങനെയുണ്ട് NIT. നമ്മളിപ്പോ വിചാരണ കിടക്കുന്ന സമയം എന്റെ പേര് പറയുന്നില്ല. ഓക്കെ. അപ്പോഴത്തേക്കും എനിക്ക് പക്ഷെ എക്സാം എഴുതാൻ പറ്റിയില്ല. അനിയത്തിക്ക് പറ്റിയില്ല. അത് അനിയത്തിക്ക് വയ്യാതെയായി. അവക്ക് ഇങ്ങനെ ഛർദിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. പക്ഷെ അത് വന്നു ഇപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചേക്കാം. അത് വന്നാന്ന് വെച്ചാ എന്താ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയാലും അത് കുറയാതെ ഇങ്ങനെ അവളെ ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നും കഴിക്കാൻ പറ്റില്ല. ട്രിപ്പിലിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയിലായി. അങ്ങനെ നമ്മൾ ആ സമയത്തായിരുന്നു നമുക്ക് എന്താ ഒരു കഷ്ടകാലം എന്ന് തന്നെ പറയാം. നമ്മൾ 1 മാസം അവളെ കൊണ്ട് ഈ ട്രിവാൻഡ്രത്തെ ഹോസ്പിറ്റലിൽ പോവാത്ത ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു. അങ്ങനെ എല്ലായിടവും പോയി. അവക്ക് ആശുപത്രി കൊടുക്കാനുള്ള ബില്ലൊക്കെ എങ്ങനെ പേ ചെയ്തു? അതൊക്കെ ഉമ്മിച്ചി എങ്ങനെയാണെന്ന് അത് എങ്ങനെയോ കയ്യിലുണ്ടായിരുന്ന അതിനെ കടം വാങ്ങിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് അപ്പോഴാണ് എന്റെ അനിയത്തിക്ക് ഇത്ര വലിയൊരു സിറിഞ്ചിൽ ഇഞ്ചക്ഷൻ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടു. അപ്പൊ പാവം അവള് കരഞ്ഞത് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഇനിയിപ്പോ നമ്മൾ 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 2 lakhs. പൂജ്യം എത്രയാ? 5. ഓക്കെ, അത്യാവശ്യം 5 മതി. അതിൽ കൂടുതൽ 20 ലക്ഷം ആയി. അതാണ് പ്രശ്നം. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ഇ തെലങ്കാന. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണോ? ആന്ധ്രാപ്രദേശിലാണ് സാർ. കോൺഫിഡന്റ് ആണോ ആള്? കോൺഫിഡന്റ്. കൂട്ടാമോ? കൂട്ടാം സാർ. തുമ്പ റോക്കറ്റ് കയറണമെന്നല്ലേ പറഞ്ഞത്? അതെ സാർ. അപ്പൊ ശ്രീഹരിക്കോട്ടയിൽ പോയിട്ട് കയറണമെന്നാണോ ആഗ്രഹം? അതെ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടോ? കൂട്ടി. റിസൾട്ട് വളരെ വളരെ മോശമാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമിക്കാൻ വഴിയില്ല. ഉത്തരം ശരിയാണ്. ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശിലാണ്. സതീഷ് ധവാൻ സെന്റർ എല്ലാവർക്കും അറിയാം അല്ലേ? താങ്കൾ എങ്ങനെയാ ഈ ISRO ജോലി കിട്ടണം എന്നുള്ളതുകൊണ്ട് ശ്രീഹരിക്കോട്ടയൊക്കെ എപ്പോഴും നോക്കി വെച്ചേക്കാണ്? ഞാൻ ഈ ഗൂഗിളിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കും. എന്റെ അവർക്ക് അവരുടെ സൈറ്റിലൊക്കെ അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതും എന്റെ പിക്ചർ ഇമേജസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പൊ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ സെൽഫായിട്ട് നമ്മൾ അതൊക്കെ നോക്കുമ്പോ ഒരു ദിവസം ഞാനും ഇവിടെയൊക്കെ പോവാം എന്നിങ്ങനെ ഒരു തോന്നല്. സ്പേസിലേക്ക് ഒരു ദിവസം പോയാലോ? പോവാൻ സാർ. അപ്പൊ ഇത്രയും പേടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റൂ? അവിടെ പോകുമ്പോ പേടി വരൂല. ഉറപ്പാണ്. അപ്പൊ 2 ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞു. പൈസ ഒരുപാട് ആവശ്യമുണ്ടോ ഇപ്പോ? ഒരുപാട് ആവശ്യമുണ്ട്. കാരണം ഇപ്പം ട്യൂഷൻ ഹോം ട്യൂഷൻ ഒന്നും ഇല്ലല്ലോ. തുറന്നു തുടങ്ങിയില്ലേ? കുറഞ്ഞില്ലേ? ഇപ്പൊ കുട്ടികൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പം കോളേജിന്റെ നിയർ ബൈയാ. ഞാൻ ആക്ച്വലി എന്റെ വീട് വിതുരയിലാണ്. അവിടെ ആയിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ അവിടെ കുട്ടികൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മയോട് ചോദിക്കാം, ഉമ്മ ഇപ്പോ യഥാർത്ഥത്തിൽ കോവിഡ് കാലം ട്യൂഷനൊക്കെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നില്ല, കുട്ടികളെ വീട്ടിൽ കയറ്റാനും പറ്റത്തില്ല. അപ്പൊ അന്ന് ചെലവൊക്കെ കഴിഞ്ഞു പോകാൻ എങ്ങനെയായിരുന്നു? അന്ന് ചെലവ് കഴിഞ്ഞു വന്ന മൂത്ത മോക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, ട്യൂഷൻ ക്ലാസ്. അങ്ങനെ കുറച്ചെടുത്ത് പിന്നെ ഈ മോളും അതുപോലെ ചെയ്യുമായിരുന്നു. 1-2 കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു. പിന്നെ നേരത്തെ ഉള്ളത് ഇത് ഞാൻ കുറച്ചൊക്കെ സേവ് ചെയ്ത് വെച്ചിരുന്നു. അതിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ മോനുണ്ടായിരുന്നു, മോളെ ഭർത്താവ്, അവരുടെ എല്ലാവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നിലോട്ട് കടന്നുപോയി. കോവിഡ് ഒന്ന് ഒഴിഞ്ഞു തുടങ്ങിയെന്ന് പറയുന്നു. പക്ഷെ ഒഴിഞ്ഞു തുടങ്ങിയെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാ സാർ. ഇപ്പൊ വന്ന് കുറച്ച് 2 വർഷത്തോളം ആയതേ ഉള്ളൂ. ഇത് ഇനി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വന്നാൽ മാത്രമേ. അല്ലേ? അപ്പൊ ഈ പരിപാടി സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ ഉമ്മയുടെ വീട്ടില് ട്യൂഷൻകാരുടെ
കേന്ദ്രമായി മാറും. പറഞ്ഞ സാർ എനിക്ക് തോന്നുന്നു എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്നിട്ട് എന്നെ ചീത്ത വിളിക്കരുത്. ഓക്കെ, സാറിന്റെ നാവ് പൊന്നായിരിക്കും. അല്ല, അതിന് സാധ്യതയുണ്ട്. ചിലപ്പോ പ്രായമുള്ള ആൾക്കാർ തന്നെ ഈ വീട്ടിൽ പോയി ഒന്ന് ട്യൂഷൻ പഠിച്ചു കളയാന്ന് വിചാരിച്ചു ഒന്നെങ്കിൽ വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളെ വയോജന വിദ്യാഭ്യാസം ഉണ്ടോ അവിടെ? വൃദ്ധജനങ്ങൾക്ക് ട്യൂഷൻ ഇല്ല. അപ്പോ 2 ലക്ഷം രൂപയുണ്ട് കയ്യില്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 3 ലക്ഷം രൂപയുടെ ചോദ്യം. മോണിറ്റർ, ഭൂമി ഏത് ഗാലക്സിയുടെ ഭാഗമാണ്? ഓപ്ഷൻ എ സിഗാർ ഗാലക്സി, ഓപ്ഷൻ ബി വിൽപൂൾ ഗാലക്സി, ഓപ്ഷൻ സി മിൽക്കി വേ ഗാലക്സി, ഓപ്ഷൻ ഡി ബ്ലാക്ക് ഐ ഗാലക്സി, ഓപ്ഷൻ ഡി ടാഡ്പോൾ ഗാലക്സി. ഏത് താരാപഥത്തിന്റെ ഭാഗമാണ് ഭൂമി? ഓപ്ഷൻ സി മിൽക്കി വേ ഗാലക്സി. മിൽക്കി വേ ഗാലക്സി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷീരപഥം അങ്ങനെയാണോ? ആകാശഗംഗ എന്നൊക്കെ പറയുന്ന അതാണോ? സി ആണ് പറഞ്ഞത്. പൂട്ടട്ടോ? പൂട്ടട്ടോ? പൂട്ടി കഴിഞ്ഞാൽ പ്രശ്നം അറിയാലോ. ഇല്ല സാറോ, സി പൂട്ടിക്കോ, മിൽക്കി വേ. 3 ലക്ഷത്തിന്റെ ചോദ്യമാണ്. പൂട്ടി. ഈ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഇത്ര വേഗം പൂട്ടാൻ പറഞ്ഞത് അപകടം ക്ഷണിച്ചു വരുത്തല്ലേ കുട്ടി? ആണോ? ഇല്ല, അത് എന്റെ മനസ്സ് പറഞ്ഞു. ഈ മനസ്സ് ഭയങ്കര കുഴപ്പം. ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ. അത് എന്നെ ചുമ്മാ പറയും. സാറ് മിൽക്കി വേ ആണെന്നാണ് വിശ്വാസം. 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് താങ്കൾ പറഞ്ഞ ഉത്തരം പെട്ടെന്ന് എടുത്തിയാടി ഉത്തരം പറഞ്ഞാൽ എടുത്ത് ചാടുത്തവന്റെ എല്ലൊടിച്ച വിടു വിധി എന്നാണ് പുരാണം. എല്ലൊടിഞ്ഞോ? എല്ലൊടിഞ്ഞോ? ഇല്ല. എല്ലൊടിഞ്ഞോ? മനസ്സ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഈ മിൽക്കി വേ ഗാലക്സി തന്നെയാണെന്ന്? അതെ സാർ. ആ മനസ്സിനോട് എനിക്ക് വല്ലാത്ത ഒരു സഹതാപം തോന്നുന്നു. ആണോ? ഉത്തരം പറഞ്ഞു കൊടുക്കുന്ന ഈ മനസ്സ് എന്തിനാ സ്വന്തമാക്കിയത് കുട്ടി? അതുകൊണ്ട് ആ ഗുണമുണ്ടായത്. ഉത്തരം ശരിയാണ്. മിൽക്കി വേ ഗാലക്സിയാണ് ശരി ഉത്തരം. 3 ലക്ഷം രൂപ കീശയിലായി. അത്യാവശ്യം ടെൻഷൻ അടിച്ചോപ്പോ? മനസ്സ് പറഞ്ഞതുകൊണ്ട് ടെൻഷൻ ഇത് കുറവായിരുന്നു. ഇത് കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ട്. അല്ലേ? താങ്കൾ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും താങ്കൾ കേട്ടിട്ടുണ്ടാവും. മോളങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലാതെ അക്ഷരം പ്രതി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളാണോ? ഞാൻ അങ്ങനെയാണ്. എന്നുവെച്ചാൽ എന്റെ മനസ്സിലൊരു ആഗ്രഹം, ഒരു എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ അത് ഫസ്റ്റ് ഉമ്മച്ചിയോട് ഷെയർ ചെയ്യും. അപ്പൊ ഉമ്മച്ചിന്റെ അഭിപ്രായം കൂടെ പറയും. അപ്പൊ ഞാൻ അത് ചിന്തിക്കും, അത് കറക്റ്റ് ആണോ എന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പൊ കറക്റ്റ് ആണെങ്കിൽ ഞാൻ ആ വേയിലേ പോകത്തുള്ളൂ. കാരണം ഞാനിപ്പോ ചിന്തിക്കുന്നില്ല, ഞാനിപ്പോ അങ്ങനെ ആ ഒരു വലിയ ലോകം കാണാറായിട്ടില്ലല്ലോ, ഉമ്മച്ചി കണ്ടതിന്റെ അത്ര എത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഉമ്മയുടെ ഉപദേശം കൂടെ കേട്ടിട്ട് എന്ത് കാര്യത്തിലും മുന്നിലോട്ട് പോകത്തുള്ളൂ. സാധാരണ എങ്ങനെ ഒരു തീരുമാനം സ്വന്തമായിട്ട് നടപ്പിലാക്കുമോ, അത് വേറെ ആരെങ്കിലും പുറമെ തള്ളി തന്നാലേ നമ്മള് അങ്ങനെയുണ്ടോ? ചില നേരത്തുണ്ട്. ഉണ്ട്. അത് എന്റെ ചേച്ചിയുണ്ട്. ഞാൻ പറയാം, ആ ചേച്ചി എന്ന് പറയുമ്പോൾ ഉമ്മച്ചിന്റെ സ്ഥാനം തന്നെയാണ് എന്റെ ചേച്ചിക്ക് ഉള്ളത്. അപ്പൊ എന്ത് ഡൗട്ട് വന്നാലും ഉമ്മച്ചിക്ക് ഇപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്റെ ചേച്ചിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ചില സമയം തീരുമാനം എടുക്കാൻ പറ്റാതെ ഞാൻ കൺഫ്യൂസ് ആയി നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഇവർ എന്നെയാണ് പുഷ് ചെയ്ത് മുന്നിലോട്ട് എന്നെ കൊണ്ടുവരുന്നത്. ഓക്കെ, നമുക്കിനി 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 5 ലക്ഷം. 5 ലക്ഷത്തിന്റെ പൂജ്യം എത്രയാന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇല്ല, ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോ ഞാൻ ചോദിക്കത്തില്ല. അല്ലാത്ത സമയത്ത് ഞാൻ ചോദിക്കും. മനസ്സ് ചതിക്കും, ചിലപ്പോഴൊക്കെ ചതിക്കും. സൂക്ഷിക്കണം. പക്ഷെ എല്ലായ്പ്പോഴും ചതിക്കണമെന്നില്ല. എങ്കിൽ പിന്നെ അതിന്റെ പേര് മനസ്സെന്നല്ലോ, ചതിയെന്നല്ലേ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. മോണിറ്റർ പ്ലീസ്. ഇനി പറയുന്നവരിൽ അക്ബറുടെ സൈന്യത്തിനെതിരെ പോരാടിയ ഡെക്കാൻ രാജ്ഞി ആരാണ്? ഓപ്ഷൻ എ ജീജാബായ്, ഓപ്ഷൻ ബി റാണി ചെന്നമ്മ, ഓപ്ഷൻ സി ഗുൽബദൻ ബീഗം, ഓപ്ഷൻ ഡി അബ്ബക്ക റാണി, ഓപ്ഷൻ ഇ ചാന്ദ് ബീവി. ഓപ്ഷൻ ഇ ചാന്ദ് ബീവി. ഉറപ്പാണോ? മനസ്സങ്ങനെ പറയുന്നു. മനസ്സുകൊണ്ട് ജികെയും മനസ്സുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ടിരിക്കല്ലേ? അപ്പൊ പൂട്ടാമോ? പൂട്ടാമോ? ചാന്ദ് ബീവി എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അക്ബറുടെ സൈന്യത്തിനെതിരെ പോരാടിയ ഡെക്കാൻ രാജ്ഞി ചാന്ദ് ബീവി എന്നാണ് കുട്ടിയുടെ മനസ്സ് പറയുന്നത്. നാസിക എസ് നാസറിന്റെ മനസ്സ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു.
10ാം ക്ലാസ് റിസൾട്ട് അറിഞ്ഞ ദിവസം ടെൻഷൻ ഉണ്ടായിരുന്നു ഇതുപോലെ? അയ്യോ ഞാൻ അന്ന് എനിക്ക് ഫുഡ് ഇല്ലായിരുന്നു. എനിക്ക് ടെൻഷൻ വന്ന ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ മടിയാണ്. ടെൻഷൻ വന്ന കഞ്ഞിയല്ലേ കുടിക്കുന്നത്? കഞ്ഞി ഓക്കെ. അപ്പൊ എനിക്ക് അന്ന് ഒട്ടും കഴിക്കാൻ പറ്റാതെ ഞാൻ ഇങ്ങനെ കരഞ്ഞാൽ ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുകയാണോ റിസൾട്ട് അറിയുന്ന ദിവസോ? ഇവിടെ നിന്ന് കരഞ്ഞാൽ എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പോരാടി താങ്കൾ പറഞ്ഞ ഉത്തരം ആ പറയൂ കുട്ടി പറയൂ. ശരിയാണ്. ഇവിടെ തെറ്റിയാലുള്ള അവസ്ഥ അറിയാമോ? എത്ര കിട്ടും? 20,000 അല്ല 30,000 കിട്ടും. മുതൽ നഷ്ടമില്ല, വണ്ടിക്കൂലിയുണ്ട്. പിൻവാങ്ങിയാൽ 1.5 ലക്ഷം, വിജയിച്ചാൽ 5 ലക്ഷം. ഇപ്പൊ തോന്നുന്നു ചാടിക്കേറി ഉത്തരം പറയണ്ടായിരുന്നു എന്ന്? ചെറുതായിട്ട് തോന്നുന്നോ? ഇങ്ങോട്ട് എങ്ങനെ വന്നെന്നാ പറഞ്ഞേ? ട്രെയിനിന്. അങ്ങോട്ട് പോകാൻ ട്രെയിൻ ഉണ്ടല്ലോ. കോവിഡ് ആയിട്ട് വണ്ടികളൊക്കെ ഓടി തുടങ്ങി. ഓടി തുടങ്ങി. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് നമുക്ക് ഏർപ്പാടിക്കാം. യാത്രയൊന്നും നമുക്ക് പ്രശ്നമാക്കണ്ട. ശാന്ത് ബീബി എന്ന് പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ എന്റെ മുഖത്തൊന്ന് വായിച്ചെടുത്തോളൂ. ഒന്നും വായിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ശരി, ഇവിടെ ഒരു ആണും. ഉത്തരം ശരിയാണ്. താങ്ക് യു സാർ. 5 ലക്ഷം, 5 lakhs. ഓ, ഇനിയിപ്പോ എന്താ വേണ്ടത്? 5 ലക്ഷം രൂപ. ഇനിയിപ്പോ ലെവല് മാറുന്നു. ഇനി കുറച്ച് ലെവലുകൾ ജീവിതത്തിൽ മാറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. ഈ മനസ്സാട്ടോ. എവിടെ നിർമ്മിച്ചത് ഈ സാധനം? മേഡ് ഇൻ USA ആണോ ഇത്? അത് ശരി. ഉമ്മ സൂപ്പർ അല്ലേ? ഉമ്മക്ക് സന്തോഷമായോ? A+ ഫുള്ള് വാങ്ങിച്ചപ്പോ സന്തോഷിച്ചില്ലേ? സന്തോഷിച്ചു സാർ. ഇപ്പോഴും A+ ഫുള്ളായിപ്പോ. നമ്മളെ B+ ആക്കിക്കൊണ്ടിരിക്കുക അല്ലേ? എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാലോ. നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോയാലോ? അപ്പൊ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വേണ്ടാന്ന് വെക്കോ? ഇപ്പൊ 1 കോടി കിട്ടിയാൽ? ഇല്ല സാർ, അത് നമ്മുടെ വിഷ് അല്ലേ. അത് എന്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡ്രീമാ. ഓക്കെ, അത് വേണ്ട. ലെവൽ 4. ഒരു കോടിയുടെ മത്സരം 2 ലെവലിൽ മേളിലാണ് നടക്കുന്നത്. അറിയാലോ, സ്കൂളിൽ എന്തോ ഒരു പേരിട്ട് വിളിക്കുമല്ലോ നീളമുള്ളതുകൊണ്ട്? കുറെ പേരിട്ട് വിളിക്കാറുണ്ട്. പൊക്കമുള്ളതുകൊണ്ട് പിന്നെ എന്താ ടവർ എന്ന് വിളിക്കും. അങ്ങനെ ടവർ ഉണ്ടെങ്കിൽ ഇവിടെ മേളി മുട്ടും, റൂഫിൽ മുട്ടും. ബോസ്, ഒരു കാര്യമുണ്ട് കുട്ടേട്ടാ. 5 ലക്ഷം രൂപയ്ക്ക് ബുള്ളറ്റ് കിട്ടുമോ? 5 ലക്ഷം രൂപയ്ക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് ബുള്ളറ്റ് കിട്ടുമല്ലോ കുട്ടേട്ടാ. ഈ കുട്ടിക്ക് ബുള്ളറ്റ് വാങ്ങി ഒരു യാത്ര പോകണം. ബുള്ളറ്റ് ഓടിക്കാൻ അറിയാമോ? ബുള്ളറ്റ് ഓടിക്കാൻ അറിയില്ല. അത് എന്റെ ഈ ശരീരം വെച്ച് ഓടിക്കാനാണോ? അല്ല സാർ, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാരും ഉമ്മച്ചൊക്കെ പറയും ഈ ശരീരം വെച്ച് നീ ബുള്ളറ്റ് എടുക്കാൻ കുടിച്ചിട്ട് ആരോഗ്യം ഇല്ലാന്ന് പറയും. ബുള്ളറ്റ് ഓടിക്കാൻ ഈ ശരീരം ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞോട് സാർ. അതുകൊണ്ട് എന്നാ ഞാൻ അവൾക്ക് ഓടിക്കാൻ പറ്റും. കാരണം എവിടെ ഒരു ചെറിയൊരു പേടിയുടെ അംശം കിടപ്പുണ്ട്. അത് മാറാൻ ബുള്ളറ്റ് ഓടിച്ചാൽ മാറും അല്ലേ? അത് മാറും. പിന്നെ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങുമ്പോ ഒന്ന് അനൗൺസ് ചെയ്തേക്കണം, നാട്ടുകാർക്ക് മാറി നിൽക്കാൻ വേണ്ടി. ജീവിതത്തിൽ കൊതിയുള്ളവരൊന്ന് മാറി നിന്നോളാം. നന്നായി പഠിച്ച് ലൈസൻസ് വാങ്ങിയിട്ട് റോഡിൽ ഇറങ്ങാവൂ. ദാറ്റ് ഈസ് മൈ ഇൻസ്ട്രക്ഷൻ. അല്ലെങ്കിൽ ആ പുള്ളി ടിവിയിൽ ഇറങ്ങി നടന്ന് ആടുന്ന ആള് പറഞ്ഞു ബുള്ളറ്റ് എടുത്ത് റോഡിൽ ഇറങ്ങാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലീസുകാരെടുത്ത് പിടിച്ചാൽ അതൊക്കെ ഞാൻ ഇപ്പൊ നമ്മൾ എല്ലാവരും റൂൾസ് ഒബേ ചെയ്യണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പൊ ഇനി എത്ര ലക്ഷത്തിന്റെയാണ് നമ്മൾ പോകുന്നത്? 10 ലക്ഷം രൂപയുടെ ചോദ്യം. 10 lakhs. കോഴിക്കോടുകാരി ഒരു ടീച്ചർ 10 ലക്ഷം രൂപ നേടിയായിരുന്നു. കണ്ടായിരുന്നു? ടീച്ചർ ഭയങ്കര അല്ലേ, ഫുൾ ഫോം ആയിരുന്നു. അടിപൊളി, കിടിലമായിരുന്നു. വളരെ ആലോചിച്ച് ഉത്തരം പറയണം. ആലോചിക്കാതെ ഉത്തരം പറയാം അറിയാമെങ്കിൽ. ഓക്കെ, മോണിറ്റർ. അപ്പൊ ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഇവിടെ ആലോചിച്ച് ചിന്തിച്ച് ഉത്തരം പറയണം. ഓക്കെ, ഏത് രംഗത്തെ മികവിനാണ് ഏബൽ പ്രൈസ് സമ്മാനിക്കുന്നത്? ഓപ്ഷൻ എ സാമൂഹ്യ സേവനം, ഓപ്ഷൻ ബി സമാധാനം, ഓപ്ഷൻ ബി വൈദ്യശാസ്ത്രം, ഓപ്ഷൻ ഡി പരിസ്ഥിതി പ്രവർത്തനം, ഓപ്ഷൻ ഇ ഗണിതശാസ്ത്രം. മറന്നുപോരുത്, ഒരു പിടിവള്ളിയും ബാക്കി കിടക്കുകയാണ് ഇല്ലേ? തെറ്റിയാൽ 50,000 രൂപ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങണം. എഞ്ചിനുകളുടെ അടുത്തല്ലേ താമസിക്കുന്നത്? തിരുവനന്തപുരത്ത് ഇറങ്ങി ഓട്ടോറിക്ഷ പിടിച്ചു പോകുന്നു. ഓക്കെ, ജയിച്ചാൽ 10 ലക്ഷം, പിൻവാങ്ങിയാൽ 2.5 ലക്ഷം. ഓപ്ഷൻ ഇ ഗണിതശാസ്ത്രം. ഓപ്ഷൻ ഇ ഗണിതശാസ്ത്രം ആണ് പറഞ്ഞിരിക്കുന്നത്. ഏബൽ പ്രൈസ് ഗണിതശാസ്ത്രത്തിലാണ്. അതിനുള്ള മികവിനാണ്
സമ്മാനിക്കുന്നത് എന്നാണ് കുട്ടി നാസിക എസ് നാസർ പറയുന്നത്. അതെ സർ. കൂട്ടട്ടോ? ചെറിയൊരു ടെൻഷൻ ഉണ്ട്. കൂട്ടിക്കോ സാർ. ഓപ്ഷൻ എ ഗണിതശാസ്ത്രം. കൂട്ടി. 10 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചിട്ടാണോ പറഞ്ഞത്? അല്ല സാർ, ഞാൻ അത് കേട്ടിട്ടുണ്ട്. എന്റെ മനസ്സ് എന്ന് വെച്ചാ എന്റെ എന്റെ ഓർമ്മയിൽ അതങ്ങനെ കിടക്കുന്നു. ഏബൽ പ്രൈസ് ഗണിതശാസ്ത്രം ഓർമ്മയെ കിടക്കുന്നു. ഓർമ്മയില് ഞാൻ എവിടെയോ ഓർമ്മയെ കിടക്കുന്ന സാധനം എടുത്ത് ഇങ്ങോട്ട് കിടത്തിയിട്ട്, കാരണം 10 ലക്ഷം രൂപ പോയി കിട്ടാൻ പോവാ. ആണോ? ഓക്കെ. 50,000 രൂപ കൊണ്ട് തൃപ്തിപ്പെടൂ. 50,000 നല്ല എമൗണ്ട് ആണ്. 50,000 4 ഓക്കെ. അപ്പോ താങ്കൾ അൺഫോർച്ചുനേറ്റ്ലി ശരിയായി വരുമെന്ന് ഞാൻ ധരിച്ചെങ്കിലും, തെറ്റായി വരാൻ സാധ്യതയുണ്ടെന്ന് താങ്കൾ ധരിച്ചെങ്കിലും. സാർ ഇങ്ങനെ ന്യൂട്രൽ എക്സ്പ്രഷൻ ഇടല്ലേ, ഒന്നും വായിക്കാൻ പറ്റില്ലേ മുഖത്തുനിന്ന്. ന്യൂട്രൽ എക്സ്പ്രഷൻ ആണോ? എനിക്കൊരു ഭയങ്കര വിഷമം വരുന്നു. എങ്ങനെയാ ഞാനിത് പറയുക? എന്തായാലും പറഞ്ഞു സാർ. ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 10 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ഗണിതശാസ്ത്ര നൊബേൽ പ്രൈസ് ഇല്ല, അതിന് പകരമുള്ള സമ്മാനമാണ് 10 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹില്ലിലെ സുന്ദരി കുട്ടി നാസിക എസ് നാസറെ 10 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. അനിയത്തി, അഭിമാനം കൊണ്ടോളൂ. അഭിമാനം കൊണ്ടോ? ആട്ടിടിച്ചോ? നമ്മുടെ ഭാവിയിലെ മോഹൻലാലും ഇടിച്ചല്ലേ? ഇടിച്ചായിരുന്നോ? ചെറുതായിട്ട് ഇടിച്ചേ ഉള്ളൂ പുള്ളിക്കാരനെ. ഞാൻ ഫുള്ള് ഇടിച്ചത് ഇവിടെ കണ്ട. എങ്ങനെയുണ്ടായിരുന്നു ഇടി? അല്ല, വിജ്ഞാനപ്രദമായ ഇടിയല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഈ കാര്യം ഈ മോളുടെ ജീവിതത്തിലെ ടെൻഷൻ എല്ലാം ഇവിടെ ഈ ഫ്ലോറിൽ വെച്ച് തീർത്തിട്ട് പോകണം. ഒരുപാട് പരീക്ഷകളൊക്കെ നേരിടേണ്ടതല്ലേ, ഒരുപാട് അഭിമുഖങ്ങൾക്ക് പോകണം, ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഭാവിയിൽ. അപ്പൊ ആ സമയത്തൊക്കെ ചിലപ്പം ഇത് ഇവിടുത്തെ പേടിയെല്ലാം മാറ്റി പോയാലുണ്ടല്ലോ, മുട്ടിക്ക് മിഴി പിടിക്കായിരിക്കും. അപ്പൊ ഉമ്മക്ക് സന്തോഷമായോ? ഉമ്മ കരഞ്ഞോ? ഇല്ല. ഉമ്മ കരഞ്ഞതിന്റെ കാര്യം എന്തോ? സന്തോഷ കണ്ണീരാണോ? അല്ല സാർ, സന്തോഷം തന്നെയാണ്. എന്റെ മോക്ക് ഇവിടം വരെയൊക്കെ എത്താൻ സാധിച്ചല്ലോ, അത് ഭയങ്കര സന്തോഷം. ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ ഇവിടെ നിങ്ങൾ തിരിഞ്ഞിരിക്കായിരുന്നാലും ഉമ്മയുടെ പ്രാർത്ഥന ഞാൻ കാണുന്നുണ്ടായിരുന്നു. ഉമ്മ പ്രാർത്ഥിച്ചത് എന്താ ശരിക്കും? ഈ 10 ലക്ഷം രൂപ കിട്ടണമെന്നാണോ അതോ മോള് ശരിയാവണമെന്നാണോ പറഞ്ഞത്? ഈ ഉത്തരം അവൾ പറയുന്നത് ശരിയായിരിക്കണം എന്ന് തന്നെയാണ് പ്രാർത്ഥിച്ചത്. പടച്ചവൻ ഉമ്മയുടെ കൂടെ ഉണ്ട് സാർ. അതുകൊണ്ട് എനിക്ക് എന്റെ മക്കൾ എവിടം വരെ എത്തിക്കാൻ സാധിച്ചത്. ഉമ്മയുടെ ധൈര്യത്തിൽ ഉമ്മ മുന്നോട്ട് പോവാ. ഉമ്മ വലിയൊരു നിലയിൽ ഈ പിള്ളേരെത്തും അല്ലേ? എത്തും. ഉമ്മയ്ക്കൊരു ധൈര്യം കൊടുത്തോണം കേട്ടോ, എത്തും എന്നുള്ളത്. ഞാൻ ഇവിടെ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞു, ഉമ്മച്ചി കരയരുത് അവിടെ, കാരണം ഉമ്മച്ചിക്ക് പെട്ടെന്ന് എമോഷൻ ആവുന്ന ആളാ. നല്ല സ്വഭാവമാ. ഇത്ര നേരം കൺട്രോൾ ചെയ്തിരിക്കുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. ഇപ്പഴാ കരഞ്ഞാ. ഉമ്മ കരഞ്ഞു തീർക്കട്ടെ. ഉമ്മയ്ക്ക് ഒരുപാട് അനുഭവിച്ച ആളല്ലേ? കൊറേ കരയുന്നുണ്ട് പാവം. അപ്പൊ 10 ലക്ഷം രൂപ കിട്ടി. ഇനി എന്താ ചെയ്തുകൊണ്ട്? ഒരു വീട് ലീസിന് എടുക്കണം. ലീസിന് എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ വാടകയില്ലേ താമസിക്കുന്നത്? വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാ. അത് ശരി, ഓക്കെ മനസ്സിലായി. ഓക്കെ, പ്ലീസ് ആവുമ്പോ അങ്ങനെ വേണ്ടി വരില്ല അല്ലേ? ഇപ്പൊ ഈ പ്രേക്ഷകരില്ലേ ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്, സുമനസ്. എനിക്ക് അവരെ വിശ്വാസം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ നിൽക്കുന്നു. അപ്പൊ അവരാരെങ്കിലും നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ തീരുമാനിച്ചാലോ? തീർച്ചയായിട്ടും അത് വലിയൊരു സഹായമായിരിക്കും. പ്രിയപ്പെട്ട എന്റെ പ്രേക്ഷകർ, ലോകത്തെമ്പാടും ഇരുന്ന് ഫ്ലവേഴ്സ് കാണുന്ന പ്രേക്ഷകർ, നിങ്ങൾക്ക് കോവിഡ് ബുദ്ധിമുട്ടുണ്ടാകും എങ്കിൽ പോലും ഇവർക്കൊരു വീട് വെച്ച് കൊടുത്താൽ നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം, ഞാൻ 10 ലക്ഷം രൂപ മോൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാ പോകുന്നറിയാമോ? 15 ലക്ഷം. ഓക്കെ ആണോ? റെഡി? ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ നോക്കട്ടെ, 10 ലക്ഷം കിട്ടിയപ്പോ ആട്ടിന് പൈസ കിട്ടിയാ മാറണമല്ലോ അല്ലേ? അപ്പൊ ആട്ട് വീട്ട്കൊണ്ടേട്ടാ 170. ഉമ്മ ഒട്ടും കുറവല്ല. 170 കുഴപ്പമില്ല കേട്ടോ, അതൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം ആ 170 പോകാൻ വേണ്ടി ആ 15 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് അടക്കാം. 50 lakhs. മോണിറ്റർ പ്ലീസ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് പീസ് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഓസ്ട്രിയ, ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ്, ഓപ്ഷൻ സി ന്യൂസിലാൻഡ്, ഓപ്ഷൻ ഡി കോസ്റ്റാറിക്ക, ഓപ്ഷൻ ഇ നോർവേ. യൂണിവേഴ്സിറ്റി ഓഫ് പീസ് എവിടെയാണ്? എനിക്കറിയാം.
പക്ഷേ കൺഫ്യൂഷനായി. 15 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 50 lakhs ഫോർ യു. പിടിവള്ളി എടുക്കാം. പിടിവള്ളി എടുക്കാം. എടുക്കാം. കുട്ടേട്ടോട് പറഞ്ഞോളൂ. കുട്ടേട്ടാ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ടോട്ടൽ 5 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ 3 ഓപ്ഷൻസ് ഞാൻ പറയും. അതിലൊന്ന് ശരി ഉത്തരം. A, B, E. ഓസ്ട്രിയ, കോസ്റ്റാറിക്ക. ഓപ്ഷൻ എ ഓസ്ട്രിയ. മനസ്സാണോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല സാർ, എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ. ഈ വലിയ കളിയാണ് ഇത്. 15 ലക്ഷം രൂപയുടെ കളിയായതുകൊണ്ടാണ്. ചെറിയ കളിയാണെങ്കിൽ കുഴപ്പമില്ല. വലിയ കളിയാണ്. 15 ലക്ഷം രൂപയുടെ കളിയാണ്. കോസ്റ്റാറിക്ക കേട്ടിട്ട് പോലും ഇല്ല. ഓസ്ട്രിയ, നോർവ. ഡൗട്ടാണ് സാർ. ക്വിറ്റ് ചെയ്യാം സാർ. കൂട്ടോ ഞാൻ കൂട്ടാം സാർ. ടെൻഷൻ മൗണ്ട് ചെയ്യുന്നോ? ഒരുപാട് ടെൻഷൻ മൗണ്ട് ചെയ്യുന്നു അല്ലേ? ചിരിയൊക്കെ പോയി. ഇപ്പൊ ചിരിയൊന്നും ഇല്ല മുഖത്ത്. അപ്പൊ പൂട്ടോ? പൂട്ടാം സാർ. അപ്പൊ ഞാൻ പൂട്ടി. ഇനി റിലാക്സ്. ക്വിറ്റ് ചെയ്തു. താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്തിരുന്നു. 15 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സർവകലാശാല യൂണിവേഴ്സിറ്റി ഓഫ് പീസ് എവിടെയാണ്, ഏത് രാജ്യത്താണെന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് ഉത്തരം സംശയം വന്നു. ഇനി ഒരു ഉത്തരം പറഞ്ഞു. നോർവേ എന്നെ പറയുമായിരുന്നു. നോർവേ ആണ്. നോർവേ എന്ന് താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഉമ്മയ്ക്ക് സ്വന്തമായിട്ട് 1 ലക്ഷം രൂപ കിട്ടിയത്. ആണോ? എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ കിട്ടും. ആ ഉത്തരം തെറ്റാണ്. നോർവേ തെറ്റാണ്. ശരിയായ ഉത്തരം കോസ്റ്റാറിക്ക. കേട്ടിട്ട് പോയില്ല സാർ. അപ്പൊ തീരുമാനം നന്നായി. എവിടെയുള്ള രാജ്യമാണെന്ന് അറിയാമോ അത്? ഇല്ല സാർ. സെൻട്രൽ അമേരിക്കയിലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. കോസ്റ്റാറിക്ക. 120 രാജ്യങ്ങളിലെ 2000-ലധികം വിദ്യാർത്ഥികൾ ഈ സമാധാന സർവകലാശാല പഠിച്ചിട്ടുണ്ട്. അപ്പോ സമാധാനമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നറിയാമല്ലോ. ഈ സർവകലാശാലയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. ഇപ്പൊ കോസ്റ്റാറിക്കയാണ് ശരി ഉത്തരം. താങ്കളുടെ മനസ്സിൽ പോലും കോസ്റ്റാറിക്ക ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് കബളിപ്പിക്കും എന്ന് എനിക്ക് മനസ്സിലായി. 13 ഉത്തരം മനസ്സ് ശരിയാക്കി. 13:1. നല്ല മനസ്സ് കേട്ടോ. അമ്പോട്ടി മനസ്സ് കേട്ടോ. ഓക്കെ, വളർത്താൻ കൊള്ളാം. പിടിച്ച് വീട്ടിൽ വിട്ടോളൂ. അപ്പൊ കോസ്റ്റാറിക്കയാണ് ശരി ഉത്തരം. അപ്പൊ 5 ലക്ഷം രൂപ മോശമല്ല. നല്ല കളിയായിരുന്നു അല്ലേ? ഈ 5 ലക്ഷം രൂപയ്ക്ക് ഉമ്മ എത്ര കാലം ട്യൂഷൻ എടുക്കണം ആലോചിച്ച് നോക്കിയാ അല്ലേ? എനിക്ക് ഉമ്മച്ചിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. അപ്പൊ ഇപ്പൊ തന്നെ കൊടുത്തരും. അമ്മച്ചിക്ക് തന്നു, എടുത്തോ. പിന്നെ ആ 5 ലക്ഷം രൂപയോടൊപ്പം താങ്കൾക്ക് പഠിക്കാനുള്ള ലാപ്ടോപ്പ് ഫ്ലവേഴ്സിൽ നിന്ന് എത്തിച്ചേരും. ഓക്കെ. പിന്നെ താങ്കളുടെ വീടിന്റെ കാര്യം അത് നാട്ടുകാർ നോക്കും. ഓക്കെ. അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് സന്തോഷമായിട്ട് താഴ്ത്തു പോകാലോ? ഓക്കെ ഓക്കെ. കുട്ടേട്ടാ ലെവൽ 1. നാസിയ എസ് നാസർ, ഞാൻ 5 ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിടാൻ പോകുന്നു. വരുന്ന സമയത്ത് എന്നോട് എന്തൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അതോടെ ചോദിച്ചോളൂ. എന്തായാലും ഞാൻ ചെക്കടെ ഒപ്പിടാൻ പോവാ. സാർ എന്ന് പറയുമ്പോ ഞാൻ സാറിനെ നോക്കുമ്പോ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാൻ ആണ്. ഓക്കെ, ഇത്രയും വലിയ നിലയിലേക്ക് നിൽക്കാണ്. അപ്പൊ ഏത് നിലയിലേ? ഓക്കെ. അപ്പൊ സാറിന്റെ ലൈഫില് സാറിന് എന്താ ഈ സക്സസിന് ബിഹൈൻഡ് നിൽക്കുന്ന ഒരു റൊട്ടീനെന്നോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സ്വഭാവം, ഒരു നമുക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എനിക്ക് ഒന്ന് ഒരു കുഴപ്പമില്ല. ഇവിടെ മോള് ഈ ISR തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ കയറണമെന്ന് പറഞ്ഞു. വേറെ കുറെ പരീക്ഷകളുടെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. അവിടെ എല്ലാം എത്താൻ ഒറ്റ വഴിയുള്ളൂ. ഒരു റോഡുണ്ട്, ഒരു രാജവീതി, മെയിൻ റോഡാ. ഒരു നാഷണൽ ഹൈവേ കിടക്കുക. ഹാർഡ് വർക്ക് അത്രേ ഉള്ളൂ. കഠിനാധ്വാനം ചെയ്താൽ അതിന് ഫലം ഉണ്ടാകും. മനസ്സിലായോ? അപ്പൊ ഹാർഡ് വർക്ക് ഹാസ് നോ എക്സ്ക്യൂസ് എന്നാ പറയുന്നത്. അപ്പൊ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ റിസൾട്ട് ഉണ്ടാക്കും. അവര് എവിടെങ്കിലും എത്തിച്ചേരും. അപ്പൊ എന്നെ പോലെ നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങേ അറ്റത്തെ ഒരാളാ. പക്ഷേ എന്നെക്കാളും എത്രയോ ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ എന്തുകൊണ്ടാണ്? ഒരുപാട് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ഗാന്ധിജി ഉൾപ്പെടെ എത്രയോ ആൾക്കാർ. ഇപ്പൊ മോള് ഹാർഡ് വർക്ക് ചെയ്യാ, മോളുടെ ലക്ഷ്യസ്ഥാനത്ത് മോളെത്തും. കാര്യം ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ഈ വഴിയിൽ കുണ്ടുകുഴിയൊക്കെ കാണും. ഈ റോഡിൽ ചില സ്ഥലത്ത് കുഴിയെ കാണും. അവിടെ നിന്നൊക്കെ മാണ്ട് വീഴരുത്. വീണാലും എഴുന്നേക്കണം. എഴുന്നേറ്റ് ഒരു ഒറ്റ പോക്ക് അവിടെ ചെന്ന് വിശ്രമിക്കാവൂ. ഓക്കെ. അപ്പൊ ഇനി ചെക്ക് ഒപ്പിടട്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാൻ താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഉമ്മയ്ക്ക് ഇത് കൊടുക്കണമെന്നുള്ളത്. ഞാനിത് താങ്കൾക്ക് തരുന്നതിന് പകരം താങ്കൾ ഉമ്മയ്ക്ക് കൊടുത്താൽ മതി. എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ്. ഉമ്മ വരൂ. ഉമ്മ
ഉമ്മയെ സന്തോഷിപ്പിക്കാനല്ലേ ഇവരുടെ ശ്രമം. അതെ. നല്ലൊരു നിമിഷത്തിനാണ് ഞാൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഉമ്മ ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഉമ്മ ഒരു ഒറ്റപ്പെട്ട കഥാപാത്രമല്ല. കേരളത്തിൽ ഈ മദ്യപാനം കൊണ്ട് തകർന്നു പോകുന്ന ഒരുപാട് വീടുകളിൽ വീട്ടമ്മമാരുണ്ട്. അപ്പോ ഉമ്മ അവരോട് ഉമ്മ എന്താ പറയാ? നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്. നമുക്കൊരു ലൈഫേ ഉള്ളൂ. അത് നമ്മുടെ മക്കളിലൂടെ നമുക്ക് സ്വന്തമാക്കണം. അതിന് നമ്മൾ തളർന്നു പോയാൽ അവരും തളർന്നു. ഏതെങ്കിലും അവസരത്തിൽ ഉമ്മ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സാർ. വേറെ ഒന്നുമല്ല, ഇവരുടെ വാപ്പച്ചി ഇവരുടെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ ഈ മക്കൾ അവരുടേതല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? മദ്യപിച്ചിട്ട് പറഞ്ഞത് തന്നെയാണ്. പക്ഷെ അത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും അതെനിക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ വിഷമം ചെയ്ത ഒരു കാര്യമാണ്. വേറെ എന്ത് ഞാൻ സഹിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, മോളെ കൊണ്ട് വരൂ. 5 ലക്ഷം രൂപയുടെ ചെക്ക് ഉമ്മയ്ക്ക് കൊടുക്കുക. മൈജി നൽകുന്ന 5 ലക്ഷം രൂപയുടെ ചെക്ക് ഉമ്മയ്ക്കാ കൊടുക്കണം. അപ്പൊ ഉമ്മ ഒരു കാര്യം ചെയ്യാം, ഈ സർട്ടിഫിക്കറ്റ് ഇദ്ദേഹത്തിന് കൊടുത്തേക്ക്. ഇത് ഈ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റാ. നാസിക എസ് നാസർ ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് 1 കോടി അതിൽ പങ്കെടുത്തുന്നുള്ള സർട്ടിഫിക്കറ്റ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം ഉമ്മ. ഉമ്മയെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം, പരിചയപ്പെടൽ വളരെ സന്തോഷം. ഇയാൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ഒരു സ്വപ്നമുണ്ട്. എന്റെ ഈ മോള്, രണ്ടാമത്തെ മോള്, മൂന്നാമത്തെ മോളുണ്ടല്ലോ, സാറിന്റെ ന്യൂസ് കാണാതെ അവൾ ഉറങ്ങത്തില്ല. സാറിന്റെ അടുത്ത് വന്ന് നിൽക്കണം നമുക്ക് ഭയങ്കര ആഗ്രഹം. അതിനിപ്പോ എന്ത് കുഴപ്പം, ഓടി വരും. അവള് ഭാവിയിൽ ന്യൂസ് വായിച്ച് എന്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ. നാഫിയ എസ് നാസർ ന്യൂസ് കണ്ട് ഒരു ന്യൂസ് റീഡർ ആയിട്ട് എന്റെ അടുത്ത് വന്ന് നിൽക്കണം. ഓക്കെ, പറ്റുമോ? എല്ലാ ദിവസവും ന്യൂസ് കാണൂ? പറ്റുന്ന പരമാവധി ദിവസം രാത്രിത്തുള്ള ആ ന്യൂസെങ്കിലും കാണാതെ അവൾ ഉറങ്ങത്തില്ല. ഒരുപാട് ന്യൂസ് കണ്ട ഉമ്മ ഇപ്പോഴത്തെ കാലമാ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഉമ്മ. ഉമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു ഉമ്മയ്ക്ക് ഒരു നല്ലൊരു കാലം ഉണ്ടാവും. കാരണം എല്ലാ കാലവും നമുക്ക് ബുദ്ധിമുട്ടാവില്ല. അപ്പൊ ഈ കുട്ടികളായിരിക്കും ഉമ്മയ്ക്ക് ഭാവിയിൽ അഭിമാനമാകാൻ പോകുന്നു. അപ്പൊ ഇവരെ കൊണ്ട് ഉമ്മ ഒരു തെളിഞ്ഞ ജീവിതത്തിലേക്ക് പോകും. ഇപ്പോഴത്തെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഇരുളൊക്കെ ഉണ്ടല്ലോ. ആ ഇരുളൊക്കെ മാറി ഉമ്മ തെളിവിലേക്ക് പോകുന്ന ഒരു കാലം, ആ കാലത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം പിരിയാം. കുറച്ച് പേർക്ക് ഹായ് പറയാം. ഓക്കെ, അപ്പൊ ആർക്കൊക്കെയാണ് ഹായ്? ഒന്ന് എന്റെ ചേച്ചിക്കും. ചേച്ചിയുടെ പേരെന്തോ? നാദിയ ചേച്ചി, ഹായ്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് കാക്കന്റെ ഷമീർ കാക്ക. ഷമീർ കാക്ക, നിങ്ങൾ ഒരു വലിയ മനുഷ്യനാണ്, നിങ്ങൾക്കൊരു ഹായ്. പിന്നെ അവരുടെ ബേബി 6 മാസമുള്ള അർഹുവിന് ഹായ് കൊടുക്കണം. ആ കുഞ്ഞിന് ഹായ്. പിന്നെ ഇവർക്ക് കണ്ടാൽ അറിയാവുന്ന എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. ബാട്ടൺ ഹിൽ എന്റെ ഫ്രണ്ട്സിന് ബാട്ടൺ ഹിൽ കോളേജിലെ, ബാട്ടൺ ഹിൽ ആ പരിസരത്തും ഇനി ആ റോഡേ പോകുന്നവർക്കും എല്ലാവർക്കും ബിഗ് ഹായ്. കോളേജിലുള്ളവർക്കും കൂട്ടുകാരികൾക്കും. ഓക്കെ, ശരിയല്ലേ മോളെ? അപ്പൊ നമുക്ക് ഉമ്മ പിന്നെ കാണാം. ഓക്കെ, സന്തോഷം ഉമ്മ. ഓക്കെ, താങ്ക് യു മോളെ, നന്നായിട്ട് വരിക. ഓക്കെ, കമ്പ്യൂട്ടർ വീട്ടിലെത്തും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലോകം തിരുവനന്തപുരത്തേക്ക്, എനിക്ക് എന്റെ വഴി. നമുക്കെല്ലാം ഏറ്റവും പ്രിയങ്കരിയായിരുന്ന സുഗതകുമാരി ടീച്ചറെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ അടുത്ത കാലത്താണ് ടീച്ചർ മരിച്ചത്. ഞാൻ ഒരു കാലത്ത് ഏഷ്യാനെറ്റിൽ ഈ മദ്യപിച്ച ആളുകൾ വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു നമ്മൾ തമ്മിൽ ചെയ്തു. അതിനുശേഷമാണ് ടീച്ചറെ നഗരത്തിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, ശ്രീകണ്ഠൻ നായർ, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ആഴത്തിൽ മുറിവുണ്ടാക്കുന്നവരാണ് മദ്യപന്മാർ. അവർ ജീവിതം തന്നെ കശക്കി എറിയും പാവം വീട്ടമ്മമാരുടെ. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര ദീർഘദൃഷ്ടിയായ ഒരു ടീച്ചറായിരുന്നു സുഗതകുമാരി ടീച്ചർ. ഇവരുടെയൊക്കെ ജീവിതം കാണുമ്പോൾ, മദ്യപന്മാർ തകർത്തെറിയുന്ന ജീവിതങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ ഷോക്കേൽക്കുന്നു. ഇങ്ങനെയുള്ള കുടുംബങ്ങളുടെ എണ്ണം കേരളത്തിൽ കുറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.